إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وأقبل بعضهم على بعض يتساءلون قالوا إنا كنا قبل في أهلنا مشفقين സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പുണ്യത്തിൻ്റെ പൂക്കാലമായ ഭക്തിയുടെ ഉത്സവകാലമായ പരിശുദ്ധ റമദാനിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ച ദീനിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. കുളിർമയുള്ള കുടുംബമെന്ന നമ്മളെല്ലാവരും ഒരേ അർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഞാനും നിങ്ങളും കുടുംബമായി സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്നവരാണ്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് ജീവിതത്തിലെ സന്തോഷവും സംതൃപ്തിയും. അതെത്രത്തോളം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന്, അതെത്രത്തോളം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നത് വളരെ ഗൗരവതരമാണ്. നമ്മുടെ കൂട്ടത്തിലെ പലരും സംതൃപ്തമായൊരു ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ ചിന്തകളുമുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. സംതൃപ്തമായൊരു ജീവിതമെന്ന് പറയുമ്പോൾ അത് സാമ്പത്തികമായ ഭദ്രതയും, നല്ല വാഹനം, നല്ല വീട്, ഒരുപാട് സമ്പത്ത്, ഇങ്ങനെ പലതും സമാധാനത്തിൻ്റെയും കുളിർമയുടെയും സംതൃപ്തിയുടെയും മാർഗമായി ആളുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംതൃപ്തി ഏതാണ് എന്ന് അവൻ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സത്യവിശ്വാസിക്ക് ഈ ദുനിയാവിൽ ലഭിക്കുന്ന ഏതൊരു സംതൃപ്തിയേക്കാളും അവൻ മുഖ്യ ലക്ഷ്യമായി കാണേണ്ടത് പരലോകത്തുള്ള സംതൃപ്തിയാണ്.
ദുനിയാവിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് സുഖങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും അതിന് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. ഇപ്പം നമ്മളൊരു യുവാവായി ജീവിക്കുന്ന ഒരു 20, ഒരു 20, 30, 35 വയസ്സ് വരെ, അത് കഴിഞ്ഞാൽ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോവുകയാണ്. ശാശ്വതമായൊരു യൗവനം നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ പാരത്രിക ലോകത്തെ പരിചയപ്പെടുത്തുന്നിടത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന എന്താ അറിയോ? സ്വർഗത്തിൻ്റെ ആളുകൾ മുഴുവനും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടാൽ, നരകത്തിൻ്റെ ആളുകൾ മുഴുവനും നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിലേക്ക് മരണത്തെ കൊണ്ടുവരും. എന്നിട്ട് മരണത്തെ അവിടെ വെച്ചിട്ട് അറുക്കും. എന്നിട്ട് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, സ്വർഗക്കാരോട് വിളിച്ചു പറയും, യാ അഹ്ലൽ ജന്ന ലാ മൗത്ത്, സ്വർഗക്കാരെ ഇനി മരണമില്ല, ഇനി ഈ സ്വർഗം നിങ്ങൾക്ക് ശാശ്വതമാണ്. അത് കേൾക്കുമ്പോൾ സ്വർഗക്കാർ അനുഭവിക്കുന്ന ഒരു ആസ്വാദനമുണ്ട്, ഒരു സമാധാനമുണ്ട്, ഒരു സംതൃപ്തിയുണ്ട്. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നരകക്കാരോട് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നയാൾ വിളിച്ചു പറയുന്നത് എന്താ? ലാ മൗത്ത്, നരകക്കാരെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നരകത്തിൻ്റെ യാതനകളും വേദനകളും കരിക്കലുകളുമെല്ലാം ഇനി അവസാനിക്കുകയില്ല, അത് ശാശ്വതമാണ്. അത് കേൾക്കുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു അസ്വസ്ഥതയും വേദനയും സങ്കടവുമുണ്ട്. അത് തീരാത്ത വേദനയും തീരാത്ത സങ്കടവുമാണെന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ആഗ്രഹിക്കേണ്ടത് ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ശാശ്വതമായ അനുഗ്രഹങ്ങളും സമാധാനവും സംതൃപ്തിയുമാണ്. അത് ലഭിക്കണമെങ്കിൽ, അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ, അത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ശരിയായ വിശ്വാസവും സൽക്കർമ്മവും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും അള്ളാഹു സംതൃപ്തി തരുമെന്നാണ് പറയുന്നത്. വളരെ ലളിതമായി പരിശുദ്ധ ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവൻ. എന്നിട്ട് ഖുർആൻ അതിനൊരു മാനദണ്ഡം പറഞ്ഞു, വഹുവ മുഅ്മിനുൻ, സത്യവിശ്വാസിയായിക്കൊണ്ട്. വിശ്വാസിയായിക്കൊണ്ട് ഒരാൾ സൽക്കർമ്മം ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിൽ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, ഞാൻ അവന് നല്ലൊരു ജീവിതം നൽകുന്നതാണ്. പാരത്രിക ലോകത്ത് മാത്രമുള്ള ജീവിതം അല്ല കേട്ടോ, ദുനിയാവിലും അവൻ ഏറ്റവും നല്ല ജീവിതം കൊടുക്കുന്നതാണ്. സമാധാനപൂർണമായ, കുളിർമയുള്ള, ആനന്ദദായകമായൊരു ജീവിതം ഞാൻ അവന് കൊടുക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അല്ലാഹു പറയാണ്, അവർ പ്രവർത്തിക്കുന്നതിന് ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? കുടുംബ ജീവിതത്തിൽ നമുക്ക് സ്വസ്ഥതയും സമാധാനവും ലഭിക്കണമെങ്കിൽ നമ്മുടെ കുടുംബം പടുത്തുയർത്തേണ്ടത് വിശ്വാസത്തിലായിരിക്കണം. നമ്മൾ വിവാഹമെന്ന് പറയുന്ന കുടുംബത്തിലേക്കുള്ള പ്രവേശിക, അവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നു ആരെ വിവാഹം ചെയ്യുന്നു എന്നത് വളരെ പ്രധാനമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നമ്മൾ ആരെ വിവാഹം ചെയ്യണം, ആരെ വിവാഹം ചെയ്യരുത് എന്ന്. ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത് മുഹ്സനാത്തിൻ, പതിവ്രതകളായ സ്ത്രീകളെയാണ്. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന, റബ്ബ് എപ്പോഴും എന്നെ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു എന്ന ബോധ്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു പെൺകുട്ടി, അത്തരം ആളുകളെയാണ് നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത്. രണ്ടാമത് ഖുർആൻ അവിടെ പ്രയോഗിച്ചൊരു പ്രയോഗം എന്താണെന്നറിയോ? വയറു മുസാഫഹാത്തിൻ, പരസ്യമായി വ്യഭിചാരത്തിനിറങ്ങാത്ത പെണ്ണ്, അവരെ നിങ്ങൾ കല്യാണം കഴിക്കണം. ഇന്ന് പുതിയ തലമുറ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് സഹോദരങ്ങളെ? പുതിയ തലമുറ പറയുന്നത് എന്താണ്? ആണും പെണ്ണും ഒന്നിച്ചിരിഞ്ഞ് പഠിച്ചാലേ പഠനം പാൽപ്പായസമാവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ തൊട്ടാൽ എന്താ പ്രശ്നം? ഒന്ന് ചുംബിച്ചാൽ എന്താ പ്രശ്നം? ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എന്താ പ്രശ്നം? അത് നിങ്ങളെ കണ്ണിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, കുടുംബമെന്ന് പറയുന്ന മനോഹരമായ സംവിധാനത്തെ മനോഹരമാക്കുന്നത്, അതിലെ സംതൃപ്തിയും സമാധാനവും നൽകുന്നത് അതിലെ വ്യക്തികൾ ദീനുള്ളവരാകുമ്പോൾ മാത്രമാണ്. ഈ ബോധ്യമാണ് സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളകങ്ങളിൽ ഉണ്ടാകേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും കുടുംബത്തിലുണ്ടോ? എന്തുകൊണ്ടില്ല? എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഞാൻ ദീനുള്ളവനല്ല എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ഖുർആൻ അടുത്ത പറയുന്ന ഒരു പോയിന്റ് എന്താ അറിയോ?
വിവാഹരംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ആരെ വിവാഹം ചെയ്യണമെന്നെടുത്ത് പറയുമ്പോൾ അടുത്തൊരു പോയിന്റ് എന്താ അറിയോ? വലാ മുത്തഖിദാത്തി അഖ്ദാൻ, രഹസ്യമായ കൂട്ടുകാരിയെ സ്വീകരിച്ചവളെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. അത് പ്രണയമെന്ന് പേരിട്ടാലും എന്തു പേര് വിളിച്ചാലും സഹോദരങ്ങളെ, അങ്ങനെ ഒരു വിവാഹ ബന്ധത്തിലൂടെ കുടുംബ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ അവിടെ നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുകയില്ല എന്ന് ഞാനല്ല പറഞ്ഞത്. മനുഷ്യനെ സൃഷ്ടിച്ച, അവൻ്റെ മനസ്സിനെ സൃഷ്ടിച്ച ഏകനായ സർവാധിനാഥനായ റബ്ബാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഈ മൊബൈൽ ഇതൊരു ഏത് കമ്പനിയാണോ, ഈ മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയേണ്ടത് ഇത് നിർമ്മിച്ച നിർമ്മാതാക്കളാണ്. മനുഷ്യരായ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് പറയേണ്ടത് മനുഷ്യനെ സൃഷ്ടിച്ച ഏകനായ സർവാധിനാഥനായ റബ്ബാണ്. ആ റബ്ബ് നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ വിവാഹം ചെയ്യുമ്പോൾ ഒരിക്കലും പ്രണയത്തിലൂടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കരുത്. അത് അപകടകരമാണ്. കുടുംബത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസത്തെ തകർത്ത് കളയുന്നതാണ് പ്രണയമെന്ന് പറയുന്നത്. നിങ്ങൾ നോക്ക്, 18 കൊല്ലം 20 കൊല്ലം ബാപ്പ പോറ്റി വളർത്തി, ബാപ്പയും അമ്മയും പോറ്റി വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് ഒന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റിയെന്ന് തോന്നിയപ്പോൾ അവിടെ എന്ത് ചെയ്യാണ്? കൂടെ പഠിച്ച ഒരാളെ പ്രണയിക്കുകയാണ്, കൂടെ കോളേജിലുള്ള ഒരാളെ പ്രണയിക്കുകയാണ്, ബാപ്പയും ഉമ്മാനെ കണ്ണീര് കുടിപ്പിക്കുകയാണ്. ഇവിടെ ഒന്ന് ആലോചിച്ചു, അത് ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനത്തെ ഒരാളെ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാലോ? 18 കൊല്ലം പോറ്റി വളർത്തിയ വാപ്പാനും ഉമ്മാനും വഞ്ചിച്ച ഈ പെൺകുട്ടിക്ക് 2 കൊല്ലം മാത്രം പരിചയപ്പെട്ട നമ്മളെ വഞ്ചിക്കാൻ ഇത്ര മടിയുണ്ടാവുമോ? അതാ പറയുന്നത്, കുടുംബം എന്ന് പറയുന്ന സംവിധാനം കെട്ടിപ്പടുക്കുന്നത് വിശ്വാസത്തിലാണ്. ആ വിശ്വാസത്തെ തകർക്കുന്ന ഒരു സമീപനവും ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സമീപനമുള്ള ആളുകളെ വിവാഹ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ വിശ്വാസത്തിൽ കെട്ടിപ്പടുത്ത കുടുംബമായിരിക്കണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം എന്താ അറിയോ സഹോദരങ്ങളെ? അള്ളാഹിൻ്റെ റസൂൽ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വചനമാണ്. ആ വചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താ അറിയോ? ശരിക്കും നമ്മുടെ ഒക്കെ ലക്ഷ്യം അങ്ങനെയല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും അനുഭവിക്കുന്നത് എന്നതിൻ്റെ ഉത്തരമാണ് ഇനി പറയുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മഹു, ഒരാളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, ഒരാളുടെ ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ആഖിറത്തല്ലെങ്കിൽ പരലോകമാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താ പറയുന്നതെന്നറിയോ? ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നിറച്ചു കൊടുക്കും. സഹോദരങ്ങളെ, നമ്മൾ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഡോക്ടർമാരെ അടുത്തോ കൗൺസിലർമാരെ അടുത്തോ പോയിട്ടൊന്നും കാര്യമില്ല. ആദ്യം എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മുടെ ലക്ഷ്യം പരലോകമാണോ? പടച്ചോ നമ്മുടെ ഹൃദയത്തിലെ സമാധാനം തരൂ എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു, അസ്വസ്ഥതകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പരലോക വിശ്വാസത്തിൽ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇനി അടുത്ത വാചകം എന്താ പറയുക സഹോദരങ്ങളെ? ഈ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും നമുക്കൊക്കെ പ്രശ്നങ്ങളില്ലാത്തവരുണ്ടോ കുടുംബത്തിൽ? ഭാര്യൻ്റെ വിഷയത്തിൽ, മക്കളെ വിഷയത്തിൽ, ഭർത്താവിൻ്റെ വിഷയത്തിൽ ഈ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഇഷ്ടംപോലെ ആവശ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലില്ലേ? ആ ആവശ്യങ്ങൾ പടച്ചോ നിർവഹിച്ചു കൊടുക്കുന്ന, നിറവേറ്റി കൊടുക്കുന്നതാണ്. അടുത്ത വാചകം എന്താ അറിയോ? വഅതതുഹുദ്ദുന്യ വഹിയ റാഹിമത്തുൻ, ദുനിയാവിലേക്ക് അവൻ അങ്ങോട്ട് പോണ്ട, ദുനിയാവ് ഇങ്ങോട്ട് പടച്ചോൻ കൊടുക്കുന്നതാണ്. വിശ്വാസം ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗമാണെങ്കിൽ, ജീവിതത്തിന്റെ ലക്ഷ്യം നരകമോചനമാണെങ്കിൽ, ജീവിതത്തിന്റെ ലക്ഷ്യം എരിപൊരി കൊള്ളുന്ന വെയിലത്ത് പ്രവാചകന്റെ കൈകളിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കാനും അവിടെ അർശിന്റെ തണൽ ലഭിക്കാനും മീസാനിൽ കരം തൂങ്ങാനുമുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ തിരിച്ചറിയേണ്ടതുണ്ട്, അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരും, അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരും. അള്ളാഹു നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകാതെ തന്നെ നമുക്ക് തരുമെന്നാണ്. ഇങ്ങോട്ട് നോക്ക്, നമ്മളെ പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്ന സമയത്ത്, കല്യാണം ആലോചിക്കുന്ന സമയത്ത് എന്തൊക്കെ ആലോചനകൾ നമ്മുടെ മനസ്സിലുണ്ട്. ഒരു നല്ല പുതിയാപ്പിളിനെ കിട്ടും, നമ്മൾ വിചാരിച്ച സമയത്ത് കിട്ടും. കല്യാണം വലിയ പ്രയാസമായിരിക്കും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ ഉമ്മയുമായി അവൾക്ക് ഒന്നിച്ച് പോകാൻ പറ്റുമോ? പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? എന്തൊക്കെ ആദിയായിരുന്നു നമുക്ക്.
പക്ഷേ നമ്മുടെ മകളുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മകൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മളോട് പറയാണ്, അൽഹംദുലില്ലാ, നല്ലൊരു കുടുംബത്തെയാണ് ഉമ്മ കിട്ടിയത്. അതെന്തോന്നറിയോ? നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവർത്തനവും അത് പടച്ചോ നമുക്ക് തരുന്ന സമ്മാനമാണ്. അത് നമ്മൾ അങ്ങനെ ചിന്തിക്കാനും അങ്ങനെ ആലോചിക്കാനും നമുക്ക് കഴിയണം. ഇനി അടുത്ത വാചകം എന്താ അറിയോ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പറയുന്നത് എന്താ അറിയോ? വമൻ കാനത്തി ദുന്യാ ഹമ്മ. ഒരാളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ദുനിയാവ് മാത്രമാണ്, പരലോകമല്ല. ദുനിയാവിൽ അടിച്ചു പൊളിക്കണം. ഇപ്പോഴത്തെ പുതിയ തലമുറ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന എന്താ, പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ? ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഈ ദുനിയാവിലെ ജീവിതം മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊരു ജീവിതമില്ല. യോളോ, നമുക്ക് ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനപ്പുറത്തേക്കൊരു ജീവിതമില്ല, ദുനിയാവിലെ ജീവിതം മാത്രമേ ഉള്ളൂ. ജീവിതമെന്ന് പറയുന്നത് ദുനിയാവിലെ ജീവിതം മാത്രമാണ്. അതുകൊണ്ട് ഈ ജീവിതം അടിച്ചു പൊളിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വമൻ കാനത്തി ദുന്യാ ഹമ്മ. ഒരാളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ദുനിയാവ് മാത്രമാണെങ്കിൽ ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈ. അവന്റെ മുമ്പിൽ അള്ളാഹു ദാരിദ്ര്യം അവന് കൊടുക്കുമെന്നാണ്. ഇങ്ങോട്ട് നോക്കൂ, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മാസത്തിൽ ശമ്പളം വാങ്ങുന്നുണ്ട്, 1.5 ലക്ഷം ഉറുപ്പ്യ മാസത്തിൽ ശമ്പളം വാങ്ങുന്നുണ്ട്, അത്യാവശ്യം നല്ല പണം ശമ്പളം വാങ്ങുന്നുണ്ട്. മാസം 15 ആകുമ്പോഴത്തേക്കും വേറെയുള്ളവരോട് കടം വാങ്ങേണ്ട ഒരു അവസ്ഥ. ഇവിടെ ഒന്ന് ആലോചിച്ചു, അതെന്തുകൊണ്ടാണ്? അത് പടച്ചോൻ നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് തരാത്തോണ്ടാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പരലോകമാണെങ്കിൽ അള്ളാഹ് നമ്മുടെ സമ്പത്തിലും ജീവിതത്തിലും കുടുംബത്തിലും ബറക്കത്ത് തരുമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. മാത്രമല്ല, വഫറഖ അലൈഹി ശംല വലം യഅതിഹി മിനദ്ദുന്യ ഇല്ലാ മാ ഖുദ്ദിറ ലഹു. എത്ര ഓടിയിട്ടും കാര്യമില്ല, എത്ര പരിശ്രമിച്ചിട്ടും കാര്യമില്ല, അള്ളാഹ് കണക്കാക്കിയ മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ ചില സമയത്തൊക്കെ നിരാശരായി പോലുണ്ട്, പടച്ചോൻ അത് നടന്നില്ലല്ലോ, അത് കിട്ടിയില്ലല്ലോ, അത് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്നറിയോ? അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ വിശ്വാസം ശരിയാകാത്തതുകൊണ്ടാണ്. എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്നവരോട്, എന്നോട് ആദ്യമായി പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിർണ്ണയിക്കുന്നിടത്ത് നമുക്ക് അപകടം പറ്റിയതാണ്. ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളുടെയും പ്രശ്നങ്ങളുടെയും കാരണമെന്ന ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെപ്പോഴും പരലോകമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. രണ്ടാമത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സംതൃപ്തമായൊരു ജീവിതമാണല്ലോ. രണ്ടാമത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. അതെന്താ ഉപദേശം എന്നറിയോ? റസൂലുള്ളാഹി പറയാൻ, വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. വല്ലാത്തൊരു വാചകമാണിത്. എന്താ ഈ പറഞ്ഞെന്നറിയോ? വർള ബിമാ ഖസമല്ലാഹു ലക്, അല്ലാഹു നിനക്ക് വിധിച്ചതിൽ നീ തൃപ്തിപ്പെടുക. തകുൻ അഗ്നന്നാസ്, അങ്ങനെ നീ ജീവിക്കുകയാണെങ്കിൽ ദുനിയാവിൽ ഏറ്റവും ഐശ്വര്യവാനായി നിനക്ക് ജീവിക്കാൻ നിനക്ക് കഴിയുമെന്നാണ്. റബ്ബ് തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ളൊരു നല്ല മനസ്സ് അത് നിനക്കുണ്ടോ? ജീവിതത്തിൽ ഏറ്റവും സംതൃപ്തമായ സമാധാനപൂർണമായ ജീവിതം നിനക്ക് ലഭിക്കുന്നതാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം എന്താ അറിയോ? ഈ പെൺകുട്ടികളൊക്കെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട്, ഭർത്താവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമല്ലോ. വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ ചില ഉമ്മമാർ പറയുന്ന, അല്ലെ വല്യുമ്മമാരൊക്കെ പറയുന്ന ഒരു വാക്കെന്താ അറിയോ? പിന്നെ ഞാൻ അന്നേ പറഞ്ഞില്ലേ, ശരിക്കും നോക്കി കെട്ടിച്ചാൽ മതി. ഇവിടെ നാലിച്ച്, ഞാൻ അന്നേ പറഞ്ഞില്ലേ, ശരിക്കും നോക്കി കെട്ടിച്ചാൽ മതി, അന്വേഷിച്ചിട്ട് കെട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വേറെ ഡയലോഗ് വരിക എന്താ അറിയോ? അടുക്കള നോക്കി കെട്ടിക്കണമെന്ന് അന്നേ പറഞ്ഞില്ലേ. അത് ചെയ്യാത്തോണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇതാരാ പറയുന്നതെന്നറിയോ? ഇതാരാ പറയുന്നത്? ഒരു മുഅ്മിനായ മനുഷ്യനാണ് പറയുന്നത്. ഒരു മുസ്ലിമായ മനുഷ്യന് അങ്ങനെ പറയാൻ പറ്റുമോ? സഹോദരങ്ങളെ, നമ്മൾ ജനിക്കുന്നതിൻ്റെ 50,000 കൊല്ലം മുമ്പ് അള്ളാന്റെ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ ആരെ കല്യാണം കഴിക്കണം, ഞാൻ ആരെ വിവാഹം ചെയ്യും, എൻ്റെ അജല്, എൻ്റെ വിവാഹം, എൻ്റെ റിസ്ക്, ഇതെല്ലാം റബ്ബിന്റെ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറയാണ് എന്ത്? അത് ശരിക്കും നോക്കാത്തത് കൊണ്ടാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഹൃദയത്തിൽ ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണ്. റിള എന്ന് പറയുന്ന വാക്കിന് പണ്ഡിതന്മാർ കൊടുത്ത അർത്ഥം എന്താ അറിയോ? സുക്കൂനുൽ ഖൽബി ഇലഖ്തിയാരി റബ്ബി. അള്ളാഹു തെരഞ്ഞെടുത്തതിൽ ഹൃദയം സമാധാനിക്കുക. പടച്ചോൻ എനിക്ക് തെരഞ്ഞെടുത്തത് ഇയാളെയാണ്. നിങ്ങൾ നോക്ക്, കോഴിക്കോട് ജില്ലയിലെ കായക്കൊടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ വന്നിട്ട് പുത്തനത്താണി എന്ന കല്യാണം കഴിക്കുന്നത്. ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ കുടുംബം ചിന്തിച്ചിട്ടുണ്ടോ? ആ പടച്ചോൻ എങ്ങനെയാണ് തീരുമാനിച്ചത്? ഇനി ഭാര്യൻ്റെ അടുത്തും ഭർത്താവിൻ്റെ അടുത്തും പ്രശ്നം ഉണ്ടെന്ന് വെച്ചോ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പടച്ചോൻ എനിക്ക് ഇയാളെയാണ് കണക്കാക്കിയത്,
എൻ്റെ റബ്ബ്. ഇപ്പോൾ ചിലപ്പോൾ ഒക്കെ ഈ ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ തെറ്റുമ്പേ പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ പറയുന്നൊരു കാര്യം എന്താ അറിയോ, ശരിക്ക് പിന്നെ ഈ ഭാര്യ ഭർത്താക്കന്മാർ തെറ്റുമൊന്നും പറയില്ല, തെറ്റി നന്നായി കഴിഞ്ഞാൽ ഇവർ പറയും എന്താ അറിയോ, ശരിക്കും എൻ്റെ പ്രശ്നങ്ങൾ ശരിക്കും അറിയാവുന്ന അവക്കാണ്. അവളെപ്പോലത്തെ ഒരു ഭാര്യ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെണ്ണാണെങ്കിൽ ഓളൊന്നും എന്നെ ഇട്ടേച്ച് പോയേനെ. എൻ്റെ ഭർത്താവായതുകൊണ്ടാണ്, മൂപ്പരല്ല വേറൊരു ഭർത്താവാണ് എൻ്റെ ജീവിതത്തിലെങ്കിൽ മൂപ്പരൊരിക്കൽ എൻ്റെ കൂടെ ഒരു മാസം തികച്ച് എൻ്റെ കൂടെ നിൽക്കൂലായിരുന്നു എന്നൊക്കെ എന്ത് ചെയ്യും നമ്മൾ പറയലുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും അതിന് ഒത്തിണങ്ങിയ ആൾ ആർക്കാ അറിയാവുന്നത്? പടച്ചോനറിയാവുന്നത്. ആ പടച്ചോനാണ് നമ്മൾ ഒരുമിപ്പിച്ചത് എന്ന ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ എൻ്റെ വാപ്പ നോക്കിയതിൽ തെറ്റിപ്പോയി, ഉമ്മ നോക്കിയതിൽ തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഇന്ന ആ ബ്രോക്കർ എന്താണ് അയാൾ നോക്കിയതിൽ തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പടച്ചോൻ എനിക്ക് വിധിച്ചത് ഇതാണ്, അതിൽ ഞാൻ തൃപ്തിപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യമാണ്. ചിലപ്പോൾ എന്താ അറിയോ, പടച്ചോൻ ജീവിതത്തിൽ പരീക്ഷണം തരും. നന്മ കൊണ്ട് പരീക്ഷിക്കും, തിന്മ കൊണ്ട് പരീക്ഷിക്കും. ഈ രണ്ടിലും ഒരു മുസ്ലിമായ മനുഷ്യൻ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്? അശ്ശുക്റു അലാ നിഅമില്ല, പടച്ചോൻ തന്ന അനുഗ്രഹത്തിൽ എന്ത് ചെയ്യണം? ശുക്ർ ചെയ്യണം. വസ്സബ്റു അലൽ അദാഫി, ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെ കൊണ്ടുമാണ് പടച്ച റബ്ബ് പരീക്ഷിക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ ക്ഷമിക്കുകയും വേണം. ഇതാണ് ഏറ്റവും പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ലഭിക്കാൻ രണ്ടാമതായി ഞാൻ പറഞ്ഞത് റബ്ബിൻ്റെ വിധിയാണ്, റബ്ബിൻ്റെ ഖളാ ആണ്. ഇത് റബ്ബ് തീരുമാനിച്ചതാണ്. ആ റബ്ബിൻ്റെ തീരുമാനത്തിൽ എൻ്റെ റബ്ബാണ് എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്, അതുകൊണ്ട് ഞാനതിൽ തൃപ്തിപ്പെടേണ്ടതുണ്ട്, ഞാനതിൽ സമാധാനിക്കേണ്ടതുണ്ട്, അതിലെനിക്ക് ഹൈറും ബർക്കത്തും പടച്ചോൻ തരും എന്ന തീരുമാനമാണ് വേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കുടുംബത്തിൽ കുളിർമയുള്ള കുടുംബമാകണമെങ്കിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഇബാദത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് കണിശതയുണ്ടാകണം. നമ്മുടെ കുടുംബത്തിൽ ഇബാദത്തുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു ഹദീസിൽ നമുക്ക് കാണാം, തഫറഖ് ലി ഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ മുഴുകുക, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ മുഴുകുക. അംല ഉസ്ദറക ഗിന, ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഐശ്വര്യവും സമാധാനവും സ്വസ്ഥതയും കുളിർമയും നിങ്ങളുടെ ഹൃദയത്തിൽ തരുന്നല്ലോ പറഞ്ഞത്. അംല എന്ന് പറഞ്ഞാൽ നിറച്ചു തരുന്നാണ്. പടച്ചോന്റെ ഖജനാവ് വിശാലല്ലേ? ആ അള്ള പറയാണ്, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ മുഴുകുക, എങ്കിൽ ഞാൻ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ റഹ്മത്തും ബറക്കത്തും ഒക്കെ എന്ത് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് നിറച്ചു തരുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു തരികയാണ്. എന്നിട്ട് അടുത്ത വാചകം എന്താ അറിയോ, വഅസുദ്ദ ഫഖറക്, നിങ്ങളുടെ ദാരിദ്ര്യം ഞാൻ ഇല്ലാതാക്കി തരും, നിങ്ങളെ പട്ടിണി ഞാൻ ഇല്ലാതാക്കി തരും. പട്ടിണി എന്നൊക്കെ പറയുമ്പോൾ പട്ടിണി ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടില്ലേ ഫലസ്തീനിൻ്റെ മണ്ണിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്താ അറിയോ, നോമ്പ് അത്തായത്തിന് കഴിക്കാൻ ഭക്ഷണമില്ല, ഉണങ്ങിയ റൊട്ടീൻ്റെ പകുതി കഴിച്ചിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടി ബാക്കി പകുതി ബാക്കി വെക്കാണ്. അല്ലാഹുവേ, ആ സഹോദരങ്ങൾക്ക് ഏറ്റവും സമ്പന്നമായ സംതൃപ്തമായ ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നമ്മളെന്നാലോചിച്ചു, അങ്ങനെ നമ്മുടെ നാട് മാറാൻ വലിയ പണിയും സമയവുമില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ മുഴുകുക. അംല ഉസ്ദറക ഖിന, നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം നിറച്ചു തരും. വഅസുദ്ദ ഫഖറക, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ ഇല്ലാതാക്കി തരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, വഇല്ലം തഫ്അൽ, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, അംല യദൈക ശുഗ്ലൻ വലം അസുദ്ദ ഫഖറക, എല്ലുമുറിയ പണിയെടുത്താലും നിന്റെ ദാരിദ്ര്യം തീരുകയില്ല. നമുക്ക് ഇബാദത്തിൽ കണിശതയില്ല എങ്കിൽ, നമുക്ക് ആരാധനകളിൽ കണിശതയില്ല എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ കൃത്യതയും നിത്യതയുമില്ല എങ്കിൽ, സഹോദരങ്ങളെ, നമ്മൾ എല്ലുമുറിയ പണിയെടുത്താലും നമ്മുടെ പ്രശ്നങ്ങൾ തീരുകയില്ല, നമ്മുടെ പ്രതിസന്ധികൾ തീരുകയില്ല എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയുന്നത് എന്തറിയോ, ഇബാദത്തിൻ്റെ വിഷയത്തിൽ പടച്ചോൻ നമുക്ക് തന്നൊരു അനുഗ്രഹമുണ്ട്, ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ഇബാദത്തിൻ്റെ വിഷയത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് പടച്ചോൻ കൊടുത്തൊരു വലിയൊരു ഫളിലുണ്ട്. അതെന്താ അറിയോ, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു ഹദീസിൽ കാണാൻ പറ്റും, തൗറാത്ത് നൽകപ്പെട്ടവർക്ക് രാവിലെ മുതൽ ഉച്ചവരെ അമല് ചെയ്യാനുള്ള അവസരം കൊടുത്തു.
ഇഞ്ചീൽ നൽകപ്പെട്ടവർക്ക് ഉച്ച മുതൽ അസർ വരെ അമൽ ചെയ്യാനുള്ള അവസരം കൊടുത്തു. ഖുർആൻ നൽകപ്പെട്ടവർക്ക് അസർ മുതൽ മഗ്രിബ് വരെ. താരതമ്യേന ഏറ്റവും കുറവ് സമയം ആർക്കാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനാണ്. തൗറാത്ത് നൽകപ്പെട്ടവർ ചെയ്യുന്ന ഒരു അമലിന് അതേ കൂലി. ഇഞ്ചീൽ നൽകപ്പെട്ടവർക്ക് ഒരു അമലിന് അതേ കൂലി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ചെയ്യുന്ന പ്രവർത്തനത്തിന് 10 ഇരട്ടി കൂലി, അല്ലെങ്കിൽ 700 ഇരട്ടി വരെ. ഇതാണ് ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതാണ് ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, പരലോകത്ത് നന്മയുമായി വരുന്നവരെ കുറിച്ച് പറയുന്നിടത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മൻ ജാഅ ബിൽ ഹസന, ആരെങ്കിലും റബ്ബിന്റെ കോടതിയിലേക്ക് നന്മയുമായി കടന്നു വന്നാൽ ആ നന്മയുമായി കടന്നു വരുന്നവർക്കുള്ള പ്രതിഫലം പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഫലഹു അശറു അംസാലിഹ, അവന് 10 ഇരട്ടി കൂലി ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ, അതിൻ്റെ കുറവില്ല, 10 ഇരട്ടി കൂലി. അപ്പോൾ നാളെ പരലോകത്ത് വെച്ചിട്ട് തൗറാത്ത് നൽകപ്പെട്ടവരും ഇഞ്ചീൽ നൽകപ്പെട്ടവരും അള്ളാഹിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, റബ്ബുന ഹഉലാഇ അഖല്ലു അമലൻ മിന്ന വ അക്സറു അജ്റ. അല്ലാഹുവേ ഈ സമൂഹം അഖല്ലു അമലൻ മിന്ന വ അക്സറു അജ്റൻ, ഞങ്ങളെക്കാളും കുറഞ്ഞ അമൽ ചെയ്ത് ധാരാളം പ്രതിഫലം വാങ്ങിയവരാണല്ലോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത് എന്ന് അവർ അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹു തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കുന്നത്? ഹല്ലുലിംതും മിൻ അജ്രികും ഷൈആ, നിങ്ങൾ ചെയ്ത ഏതെങ്കിലും പ്രവർത്തനത്തിന് നിങ്ങൾക്ക് അള്ളാഹു കൂലി തരാതിരുന്നിട്ടുണ്ടോ? അവര് പറയുന്നു, റബ്ബേ ഇല്ല. ഉടനെ തന്നെ റബ്ബ് പറയുന്നു, ഫളലി ഊതീഹി മൻ നശാ, അതെന്റെ ഫളിലാണ്, ഞാൻ ഉദ്ദേശിക്കുന്നവർക്കത് നൽകുന്നതാണ്, അത് എൻ്റെ ഫളിലാണ്, എൻ്റെ അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ഫളിലാണ് ഞാനും നിങ്ങളും കുറഞ്ഞ അമലിലൂടെ കൂടുതൽ കൂലി ലഭിക്കുക എന്നത്. അത് റബ്ബിന്റെ ഫളിലാണ്, ഈ ഉമ്മത്തിന് അള്ളാഹു കൊടുത്ത ഫളിലാണ്. അത് നമ്മൾ മറക്കരുത്. നിങ്ങൾ നോക്ക്, റമദാൻ മാസത്തിന്റെ പ്രത്യേകത പറയുമ്പോൾ ഒരു പ്രത്യേകത എന്താ? ഫീഹി ലൈലത്തുൽ ഖദർ, അതിൽ ലൈലത്തുൽ ഖദർ ഉണ്ട്. എന്താ ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തെക്കാളും പുണ്യം. 83 കൊല്ലം അമല് ചെയ്തതിന്റെ കൂലി ഒരൊറ്റ രാത്രിയിലാണ് റബ്ബ് നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, 83 കൊല്ലം നമ്മൾ അമല് ചെയ്യുന്നതിന്റെ കൂലി ഒരൊറ്റ രാത്രിയിലാണ് റബ്ബ് നമുക്ക് നൽകുന്നത്. ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, അന്നൊരാൾ ഖുർആൻ ഓതിയാൽ 83 കൊല്ലം ഖുർആൻ ഓതിയതിന്റെ കൂലി. അന്നൊരാൾ സ്വതക്ക കൊടുത്താൽ 83 കൊല്ലം സ്വതക്ക കൊടുത്തതിന്റെ കൂലി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കാൻ ഇബാദത്ത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. അള്ളാഹിന്റെ റസൂൽ പറയുന്ന ഒരു ഹദീസ് എന്താ അറിയോ? നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. റസൂലുള്ള പറയാൻ എന്താ പറഞ്ഞെന്നറിയോ? റഹിമല്ലാഹു റജുലൻ, ഒരു പുരുഷനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, ഖാമ മിനൽ ലൈൽ, അയാൾ രാത്രി എഴുന്നേൽക്കുകയാണ്, എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നു, എന്നിട്ടോ അയാൾ തന്റെ ഭാര്യയെ വിളിച്ചുണർത്തുകയാണ്, എന്നിട്ട് അവരെയും കൂടെ നിസ്കരിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യരെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച്, ഭാര്യ എന്ത് ചെയ്യാണ്? ഭർത്താവ് എഴുന്നേറ്റു തഹജ്ജുദ് നിസ്കരിച്ചു, ഭാര്യനെ വിളിച്ചിട്ടു, എന്ത് ചെയ്തു? ഭാര്യനെ തഹജ്ജുദ് നിസ്കരിപ്പിക്കുന്നു. റസൂലുള്ള പറഞ്ഞ ഈ ഹദീസിന്റെ ബാക്കി എന്താ അറിയോ? ഭർത്താവിന് എന്ത് ചെയ്യുന്നു? ഭാര്യ പോയിട്ട് വിളിക്കുന്നു, ഭർത്താവ് എഴുന്നേൽക്കുന്നില്ല. അപ്പം എന്താ ചെയ്യുന്നതെന്നറിയോ? ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഭർത്താവിൻ്റെ മുഖത്ത് തളിച്ചിട്ട് എഴുന്നേൽപ്പിച്ച് നിസ്കരിപ്പിക്കുന്നു. ഇത് പറയുമ്പോൾ മുന്നിലിരിക്കുന്ന ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, കുടഞ്ഞതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഏത് ഉറങ്ങുന്ന ഭർത്താവിൻ്റെ മുഖത്തേ വെള്ളം കുടഞ്ഞതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അങ്ങനത്തെ ഒരു സഹോദരിയെ അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രധാനമാണ്. ഇബാദത്തിന്റെ വിഷയത്തിൽ ഭാര്യ ഭർത്താവിനെ സഹായിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സഹായിക്കുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വിലമതിക്കാനാവാത്ത സ്വത്ത് പറയുന്നിടത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? വമർഅത്തുൻ, അതൊരു പെണ്ണാണ്. ആ പെണ്ണിന്റെ പ്രത്യേകത എന്താ അറിയോ? തുഈനുഹു അലാ ഈമാനിഹി, ഈമാനിന്റെ വിഷയത്തിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യ.
ഈമാനിന്റെ വിഷയത്തിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മുടെ കുടുംബത്തിൽ കണിശത ഉണ്ടാകണം. നിങ്ങൾ നോക്കൂ, പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നിടത്ത് പ്രവാചകന്മാർ മുഴുവനും വഉമുർ അഹ്ലക ബിസ്സലാ, നിസ്കാരത്തിന് വേണ്ടി കൽപ്പിക്കുന്നു. യാ ബുനയ്യ അഖിമിസ്സലാ, എൻ്റെ മക്കളെ നിങ്ങൾ നിസ്കരിക്കണം. പ്രവാചകന്മാർ മുഴുവനും അവരുടെ മക്കളോട്, കുടുംബത്തോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന ഒരു കാര്യം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താ അറിയോ? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വചനമാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നെ നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ മുസ്ലിമായ രൂപത്തിൽ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ 5 നേരത്തെ നിസ്കാരവും എവിടുന്നാണോ ബാങ്ക് വിളിക്കുന്നത് അവിടെ പോയി നിസ്കരിച്ച് അവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. എന്നിട്ട് അടുത്ത വാചകം എന്താ അറിയോ? ലൗ തറക്തുക്കും സുന്നത നബിയിക്കും, നിങ്ങൾ ആരെങ്കിലും ബാങ്ക് കേട്ടിട്ടും പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്ന സുന്നത്തിനെ ഉപേക്ഷ വരുത്തുകയാണെങ്കിൽ ലവലൽത്തും, നിങ്ങൾ പിഴച്ചു പോകുന്നല്ലോ പറഞ്ഞത്, പിഴച്ചു പോവുക തന്നെ ചെയ്യും. നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കുടുംബത്തിലെ അംഗങ്ങൾ നിസ്കരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമാണ്. ഇന്നസ്സലാ തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എന്തിനാണ് നമസ്കാരം? നീചമായ നികൃഷ്ടമായ സ്വഭാവങ്ങളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന്, ചിന്തകളിൽ നിന്ന് മനുഷ്യനെ തടുക്കുന്ന പരിചയാണ് നമസ്കാരം എന്ന് പറയുന്നത്. നിങ്ങൾ ഇബാദത്തുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇബാദത്തുകൾ നമുക്ക് ഭാരമാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ഇബാദത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. എന്തിനാ ഇബാദത്തുള്ള നിശ്ചയിച്ചത്? ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, നന്മകളെ നിശ്ചയിച്ചത് തിന്മകളെ പോക്കിക്കളയാനാണ്. അങ്ങനെ ചിന്തിച്ച ഇബാദത്തുകളോട് നമുക്ക് ഇഷ്ടമുണ്ടാകും. ഇബാദത്ത് സംവിധാനിച്ച അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാകും. ഒരു ഇബാദത്ത് അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് അത് സ്നേഹമാണ്. അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തോടു കൂടി നിർവഹിക്കണം. അതാ ഞാൻ പറയുന്നത്, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു നമസ്കാരമുള്ള, ഇസ്സത്തുള്ള, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുള്ള ഒരു കുടുംബമായി നമ്മുടെ കുടുംബം മാറേണ്ടതുണ്ട് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്. ഫർള് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിലാണ്. കാരണം നിങ്ങളുടെ വീട്ടിലേക്ക് റഹ്മത്തും ബറക്കത്തും ആ സുന്നത്ത് നമസ്കാരം മുഖേന വരുമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. അപ്പം ഏറ്റവും പ്രധാനമായി നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരെ നമുക്ക് കണിശതയുണ്ടാകണം. ഭാര്യ ഭർത്താക്കന്മാർ അവർ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാകണം, മക്കളെ നിസ്കരിപ്പിക്കുന്നവരാകണം, ജമാഅത്ത് നമസ്കാരത്തിൽ ഒന്നിച്ച് പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം. എങ്കിൽ മാത്രമേ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ? നമ്മുടെ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട 4ാമത്തെ കാര്യം അൽ-ഇക്സാറു മിൻ ദിക്രില്ലാഹി വ ഖിറാഅത്തിൽ ഖുർആൻ. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ നമ്മൾ അധികരിപ്പിക്കണം. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നമ്മൾ അധികരിപ്പിക്കണം. ഇത് വളരെ പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു ഹദീസിൽ നമുക്ക് കാണാം, മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹി വൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി. അള്ളാഹുവിനെ ഓർക്കുന്ന വീടും അവനെ ഓർക്കാത്ത വീടും മസലുൽ ഹയ്യി വൽ മയ്യിതി, ജീവനുള്ള വീട് പോലെയാണ്, ജീവനില്ലാത്ത വീട് പോലെയാണ്. എൻ്റെ വീട് ജീവനുള്ള വീടാണോ, നമ്മുടെ വീട് ജീവനില്ലാത്ത വീടാണോ? ആലോചിക്കണം. നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണുണ്ടോ? ജീവനുള്ള വീടാണ്. നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണില്ലേ? ജീവനില്ലാത്ത വീടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ലാ തജഅലൂ ബുയൂതകും മഖാബിറ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീടുകളെ ശ്മശാനങ്ങളാക്കരുതേ. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാച് ഇറങ്ങിയോടുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ അറിയും? പിശാച് അവൻ ആരാണ്? അവൻ നമ്മുടെ മുഖ്യ ശത്രുവാണ്. എന്താ പിശാചിന്റെ പണി? മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, ഭാര്യനെയും ഭർത്താവിനെയും തെറ്റിക്കുക, കുടുംബം കലക്കുക. ഇതാണ് ആരെ പണി? പിശാചിന്റെ പണി. ആ പിശാച് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അകറ്റണം, ആട്ടി ഓടിക്കണം. അതിനെന്താ പണി? വീട്ടിൽ ഖുർആനിൻ്റെ പാരായണം വേണം. ഇവിടെ ഒരു ഹദീസ് കൂടെ ഞാൻ ചേർത്ത് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കാൻ, ഇന്ന ഇബ്ലീസ് തൻ്റെ സിംഹാസനം വെള്ളത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു.
എന്നിട്ട് ഇബ്ലീസ് തൻ്റെ കൂട്ടാളികളോട് പറഞ്ഞു, ആളുകളൊക്കെ പഠിപ്പിച്ചു വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഇബ്ലീസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇബ്ലീസിൻ്റെ കൂട്ടാളികൾ ആളുകളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി പല ഭാഗത്തേക്കും ഇങ്ങനെ പോയി. അങ്ങനെ അവസാനം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓരോരുത്തർ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നത് ചെയ്തു. ഇബ്ലീസ് പറഞ്ഞു, നിങ്ങളൊന്നും ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവസാനം ഇബ്ലീസിൻ്റെ ഒരു കൂട്ടാളി വന്നിട്ട് പറഞ്ഞു, പിന്നെ ഞാനൊരു ഭാര്യൻ്റെയും ഭർത്താവിൻ്റെ പിന്നാലെ കൂടി. എന്നിട്ട് അവർ രണ്ടുപേരെയും തൊലാക്ക് ചൊല്ലി വേർപിരിച്ചിട്ടാണ് വരുന്നത്. ഇത് പറഞ്ഞപ്പോൾ ഇബ്ലീസ് എന്താ ചെയ്തതെന്നറിയോ? ഇബ്ലീസ് ആ പിശാചിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, നിഅമ അൻത, നീയാണ് ഏറ്റവും നല്ല ആള്, എൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല, എന്നോട് കൂറുള്ള ആളാരാണ്? നീയാണ്. അപ്പൊ ഇബ്ലീസിന്റെ കൂട്ടരെ പണി എന്താ? നമ്മുടെ കുടുംബം തകർക്കുക എന്നുള്ളതാണ്. ആ കുടുംബം നിലനിൽക്കുന്ന വീട്ടിൽ നിന്ന് ഈ ഇബ്ലീസിനെ നമ്മൾ ഓടിക്കണ്ടേ. നമ്മുടെ ശത്രു ആരല്ല? ഭർത്താവിൻ്റെ ഉമ്മല്ല, ഭർത്താവല്ല, ഭർത്താവിന്റെ വാപ്പല്ല. പിന്നെ ആരാ നമ്മുടെ ശത്രു? നമ്മുടെ ശത്രു ശൈത്താനാണ്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. അവൻ അതിശക്തമായ ശത്രുവാണ്. അവനെ നിങ്ങൾ തുരത്തണം, ഓടിക്കണം. അതിന് വിശുദ്ധ ഖുർആനിന്റെ പാരായണം നമ്മുടെ വീട്ടിലുണ്ടാകണമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മർഫുവായി ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. ആ ഹദീസിൽ എന്താ ഉള്ളതെന്നറിയോ? ഈ ഹദീസ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഹദീസാണ്. എന്താ ഹദീസിലുള്ളതെന്നറിയോ? ഇന്നൽ ബൈത്ത് ലയത്തസിഉ അലാ അഹ്ലിഹി. വീട് എത്ര ചെറുതാണെങ്കിലും ആ വീട്ടിൽ പടച്ചോനൊരു വിശാലത കൊടുക്കും. ആർക്കെന്നറിയോ? നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളി. വീട് എത്ര ചെറുതാണെങ്കിലും ആ വീട്ടിന്റെ ഉള്ളിൽ അവന് വിശാലത കൊടുക്കും. ആർക്കാണത്? വതഹ്ദുറുഹുൽ മലായിക. ആ വീട്ടിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. വതഹ്ജുറുഹുശ് ശയാത്തീൻ. പിശാചുക്കൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വതഹ്ജുറുഹുശ് ശയാത്തീൻ. ആ വീട്ടിൽ നിന്ന് പിശാചുക്കൾ ഇറങ്ങിപ്പോകും. വയക്തുറു ഖൈറാ. ആ വീട്ടിൽ ഇങ്ങനെ നന്മകൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. 4 കാര്യങ്ങളാണ് നബി തങ്ങൾ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട് എത്ര ചെറുതാണെങ്കിലും അവിടെ വിശാലത നൽകും, അവിടെ സമാധാനം നൽകും, സ്വസ്ഥത നൽകും, കുളിർമ നൽകും. 2 നബി തങ്ങൾ പറയാൻ, മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന വീടാണത്, പിശാചുകൾ ഇറങ്ങി ഓടുന്ന വീടാണത്, നന്മകൾ ഇങ്ങനെ ഓരോന്നായി വർദ്ധിക്കുന്ന വീടാണത്. എന്താണ് ആ വീടിന്റെ പ്രത്യേകത എന്നറിയോ? ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം നടക്കുന്ന വീടാണത്. പരിശുദ്ധ ഖുർആനിന്റെ പാരായണം നടക്കുന്ന വീടാണത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഖുർആനിന്റെ പാരായണം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പിശാച് നമ്മുടെ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നതാണ്, മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ്, നന്മകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എല്ലാ ഹൈറുകളും ബറക്കത്തുകളും റഹ്മത്തിന്റെയും വാതിലുകൾ നമ്മുടെ വീട്ടിലേക്ക് മലർക്ക തുറന്നു വിടുന്നതാണ്. എല്ലാ നന്മയും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുണ്ടാകും. പക്ഷെ എന്തു വേണം? വീട്ടിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം വേണം. ഇനി അതിന്റെ ബാക്കി എന്താ അറിയോ സഹോദരങ്ങളെ? വഇന്നൽ ബൈത്ത്, തീർച്ചയായും ഒരു വീട്, ലയലീഖു അലാ അഹ്ലിഹി. എത്ര അമ്പരചുംബികളായ വീടുകൾ ഉണ്ടാക്കിയാലും, മണിമാളികകൾ ഉണ്ടാക്കിയാലും, ശീതീകരിച്ച റൂമുകളുള്ള വീടാണെങ്കിലും ഖബറിന് സമാനമായ ഇടുങ്ങിയ ജീവിതമാണ് ആ വീട്ടിലുണ്ടാവുക. അള്ളാന്റെ റസൂല് പറയാൻ, ഭയങ്കര വീടാണ്, അടിപൊളി വീടാണ്, എല്ലാ സംവിധാന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ വീട്ടിൻ്റെ ഉള്ളിലെ ജീവിതം എന്തായിരിക്കും എന്നറിയോ? ഖബറിന് സമാനമായ ജീവിതം. എന്നിട്ട് പറയാൻ, വതഹ്ജുറുഹുൽ മലായിക, മലക്കുകൾ ആ വീടിനെ വിട്ടുപോകുന്നതാണ്. വതഹ്ദുറുഹുശ് ശയാത്തീൻ, പിശാചുക്കളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന വീടാണത്. വയഖില്ലു ഖൈറാ, നന്മകൾ ഓരോന്നായി കുറഞ്ഞു പോകുന്ന വീടാണത്. ഏത് വീടാണ് ആ വീടെന്നറിയോ? അല്ലാ യുഖറഅ ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യാത്ത വീടാണത്. ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ വീട് പരിശുദ്ധ ഖുർആനിന്റെ പാരായണമുള്ള വീടാണോ? പരിശുദ്ധ ഖുർആനിന്റെ പാരായണമില്ലാത്ത വീടാണോ? ആലോചിക്കണം, ചിന്തിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ? കുളിർമയുള്ള വീട്, കുളിർമയുള്ള കുടുംബം, സന്തോഷമുള്ള വീട്, സംതൃപ്തിയുള്ള വീട്. എന്ത് വേണം? നമ്മുടെ വീട്ടിൽ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം വേണം. ആലോചിച്ചു, ദിക്റുകൾ വേണം, ദുആകൾ വേണം. എങ്കിലേ സമാധാന സ്വസ്ഥതയൊക്കെ ഉണ്ടാകുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നൊന്നും കിട്ടൂല. അതൊക്കെ പടച്ചോനാണ് തരേണ്ടത്. പടച്ചോന്റെ സഹായം ഇല്ലാതെ ഒരു സെക്കൻഡ് നമുക്ക് ജീവിക്കാൻ പറ്റുമോ?
നമ്മളെപ്പോഴും പറയുന്നെന്താ? യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബേ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു. വഅസ്ലിഹ് ലീ ശഅനീ കുല്ലാ, എന്റെ കാര്യങ്ങൾ മുഴുവനും നീ ശരിയാക്കി തരണേ റബ്ബേ. വലാ തകിൽനീ ഇലാ നഫ്സീ ത്വറഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും റബ്ബേ എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കരുത് റബ്ബേ. ഒരു സെക്കൻഡ് പോലും പടച്ചോനെ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ. എനിക്ക് എന്നെ നോക്കാൻ കഴിയില്ല. നിന്റെ സഹായമില്ലാതെ, നിന്റെ റഹ്മത്തില്ലാതെ, നിന്റെ ബറക്കത്തില്ലാതെ ഒരു സെക്കൻഡ് പോലും എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് പറയുന്നവരാണ് നമ്മൾ. നമുക്ക് അള്ളാന്റെ റഹ്മത്തും ബറക്കത്തും ലഭിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം വേണം. എങ്കിലേ അള്ള പറഞ്ഞ സമാധാനവും സ്വസ്ഥതയൊക്കെ ലഭിക്കുള്ളൂ. ഇനി മാത്രമല്ല സഹോദരങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊക്കെ അറിയാവുന്നതാണ്. അറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇദാ ദഖല റജുല ബൈത, ഒരാൾ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ എങ്ങനെ പ്രവേശിക്കുന്നതെന്നറിയോ? ഫദകറല്ലാഹ ഇൻദ ദുഖൂലിഹി, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് ചൊല്ലിയാണ് പ്രവേശിക്കുന്നതെങ്കിൽ, വഇൻദ തുആമിഹി, ഭക്ഷണം കഴിക്കുന്ന സമയത്തും ബിസ്മില്ലാ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ, ഖാല ശൈത്വാൻ, പിശാച് പറയുകയാണ്, ലാ മബീത ലക്കും വലാ അശാ, ഇന്ന് നിങ്ങൾക്കിവിടെ താമസിക്കാനുള്ള സൗകര്യമില്ല, ഇന്ന് നിങ്ങൾക്കിവിടെ ഭക്ഷണവുമില്ല. ആലോചിക്കണം, വീട്ടിലേക്ക് കയറുമ്പം ബിസ്മില്ല എന്ന് പറയാൻ എത്ര പണിയുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ല, അത് മറപ്പിക്കലാണ് ശൈത്താന്റെ പണി. കാരണം എന്താ അറിയോ? ശൈത്താൻ പറയാണ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം ഇല്ല കേട്ടോ, ഇവിടെ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണമില്ല. ഇനി വീണ്ടും റസൂലുള്ളാഹി പറയും, വഇദാ ദഖല, ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്, ഫലം യദ്കുരില്ലാ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടല്ല ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ, ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഒരാൾ റബ്ബിനെ ഓർക്കുന്നില്ലെങ്കിൽ, പിശാച് അവിടുന്ന് പറയുകയാണ്, അദ്റക്തുമുൽ മബീത്, നിങ്ങൾക്കിതാ താമസിക്കാനുള്ള സൗകര്യം കിട്ടിയിരിക്കുന്നു. അദ്റക്തുമുൽ അശാ, നിങ്ങൾക്കിതാ തിന്നാനും കുടിക്കാനുമുള്ള സൗകര്യം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പിശാചിന് തിന്നാനും കുടിക്കാനും ഉറങ്ങാനും സൗകര്യം കൊടുത്ത് വീട് പിശാചിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റരുതേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പിശാചിന് തീറ്റയും ഉറക്കമൊക്കെ കൊടുത്തിട്ട് എല്ലാ സംവിധാനവും വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. എന്തായിരിക്കും അവസ്ഥ? ശൈത്താൻ വെറുതെ വെക്കോ? നമ്മളെ തകർക്കും എന്ന് മാത്രമല്ല, നന്മയുടെ മാർഗത്തിൽ നിന്ന് ഓരോ ദിവസവും അവൻ നമ്മളെ തെറ്റിച്ച് കൊണ്ടുപോകും. അത് വളരെ പ്രധാനമാണ്. അപ്പം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ എന്ത് വേണമെന്നറിയോ? ദിക്റുകൾ വേണം, ദുആകൾ വേണം. ബാത്റൂമിലേക്ക് കയറുമ്പോൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം, നമ്മൾ ഇറങ്ങുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന എന്താ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊക്കെ വെറുതെ പറഞ്ഞു പോകേണ്ട ഒന്നല്ല. അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കയറി വരുന്ന സ്ഥലത്ത് ഷെൽഫിൽ പ്രാർത്ഥനകൾ, നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ എന്ന് പറയുന്ന പുസ്തകം വെക്കാനുള്ളതല്ല, അത് പ്രാർത്ഥിക്കാനുള്ളതാണ്. എങ്കിൽ മാത്രമേ സഹോദരങ്ങളെ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇല്ലേ? അനുഭവിക്കാൻ പറ്റൂല. അത് മാത്രമല്ല സഹോദരങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം എന്താ അറിയോ? നമ്മുടെ കുടുംബത്തിൽ സ്നേഹവും ഐക്യവും നിലനിർത്താൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കാണ്, ലാ തദ്ഖുലൂനൽ ജന്ന, നിങ്ങൾ ആരും സ്വർഗത്ത് പ്രവേശിക്കൂല, ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ. എന്നിട്ട് പറഞ്ഞു കൊടുക്കാണ്, വലാ തുഅ്മിനൂ, നിങ്ങൾ ഒരിക്കലും വിശ്വാസികളാകുന്നില്ല, ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, അലാ അദുല്ലുക്കും അലാ ശൈ, ഞാനൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഇദാ ഫഅൽതുമൂ, നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ, തഹാബബ്തും, നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകും, ഐക്യമുണ്ടാകും. നിങ്ങളെ ആലോചിച്ചു, റസൂലുള്ളാഹി ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോ? നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹവും ഐക്യമൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെ. അപ്പോൾ സ്വഹാബിമാർ പറയാണ്, റസൂലെ പറഞ്ഞു തരൂ, ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അള്ളാന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത് എന്താ അറിയോ? എല്ലാവർക്കും അറിയാവുന്നതാണ്. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കണേ, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കണേ. അത് നമുക്കിടയിലുള്ള ബന്ധം ദൃഢീകരിക്കുന്ന ഒരു ഘടകമാണ്. ആര് പറയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ എന്ത് അറിയോ, വീട്ടിലേക്ക് കയറി വരുമ്പോൾ മക്കളോട് പറയണം സലാം പറഞ്ഞിട്ട് കയറി വരണം. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറഞ്ഞിട്ട് കയറി ചെല്ലണം. അതിലൂടെ നമുക്കിടയിലുള്ള ബന്ധം ദൃഢീകരിക്കപ്പെടുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അതൊക്കെ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും സ്വസ്ഥതയും സമാധാനവും സംതൃപ്തിയും വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, അൽ-ഇക്സാറു മിൻ സ്വലാത്തിൻ നവാഫിൽ, സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നമ്മൾ അധികരിപ്പിക്കുക. നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ ഒരു സൂചന നൽകിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇദാ ഖളാ അഹദുക്കും അസ്സലാ ഫീ മസ്ജിദിഹി, ഒരാൾ ഫർള് നിസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിച്ചു കഴിഞ്ഞാൽ ഫൽയജഅൽ ലിബൈതിഹി നസീബൻ മിൻ സ്വലാത്തിഹി, നമസ്കാരത്തിൽ നിന്നൊരു ഓഹരി അവൻ മാറ്റിവെക്കട്ടെ. എവിടത്തേക്ക്? അവന്റെ വീട്ടിലേക്ക് മാറ്റിവെക്കട്ടെ. ഫഇന്നല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സ്വലാത്തിഹി ഖൈറാ, ആ നമസ്കാരം മുഖേന അള്ളാഹു നമ്മുടെ വീട്ടിലേക്ക് ഖൈറ് കൊണ്ടുവരുന്നതാണ്, സമാധാനം കൊണ്ടുവരുന്നതാണ്, ബറക്കത്ത് കൊണ്ടുവരുന്നതാണ്, റഹ്മത്ത് കൊണ്ടുവരുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഫർള് നിസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിക്കുക, സുന്നത്ത് എന്ത് ചെയ്യുക? വീട്ടിൽ വെച്ച് നിർവഹിക്കുക. അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മുടെ വീട്ടിൽ അതുവഴി വലിയ ബറക്കത്തും റഹ്മത്തും ഉണ്ടാകുന്നതാണ്. അള്ളാന്റെ റസൂൽ വീണ്ടും നമ്മളെ പഠിപ്പിച്ചു, ഫസല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ നിസ്കരിക്കണേ. വീട്ടിൽ നിസ്കാരം വേണം, വീട്ടിൽ ഖുർആൻ പാരായണം വേണം, വീട്ടിൽ ദിക്റുകൾ വേണം. അപ്പം എന്താ അറിയോ, ശൈത്താനും കൂട്ടർക്കും ആ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. ശൈത്താനും കൂട്ടർക്ക് ആ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. പിന്നെ ആ വീട്ടിൽ റഹ്മത്തും ബറക്കത്തും ഒക്കെ ഇറങ്ങി വരും. ഇതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് വളരെ പ്രധാനമാണ് സഹോദരങ്ങളെ. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ദീനിന്റെ വിഷയത്തിൽ പരസ്പരം സഹായിക്കുക എന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി നമ്മളെ പഠിപ്പിച്ചു തന്നു, തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. അത് വളരെ പ്രധാനമാണ്. നന്മയിൽ പരസ്പരം സഹായിക്കാനും തിന്മയിൽ സഹകരിക്കാതിരിക്കാനുമുള്ളൊരു മാനസികാവസ്ഥ നമുക്കുണ്ടാകണം. പക്ഷെ എന്താ അറിയോ, ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താ അറിയോ, എന്ത് തിന്മകൾ കണ്ടാലും അതിന് നേരെ കണ്ണ് ചിമ്മുന്ന ചില വാപ്പമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് ശരിയല്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തിന്മകൾ കാണുമ്പോൾ അത് ചെയ്യരുത് എന്ന് പറയാനും നന്മകൾ ചെയ്യാൻ അവരോട് കൽപ്പിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിക്ക് കൊടുത്ത ഉപദേശത്തിൽ 9 ഉപദേശങ്ങളിൽ ഒരു ഉപദേശം എന്താ അറിയോ, വലാ തർഫ് അസ്വാഖ്, നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ വടി നീ ഒരിക്കലും ഒഴിവാക്കരുത്. വീട്ടിൽ മക്കളും കുടുംബമൊക്കെ കാണുന്നിടത്തിൽ ഒരു വടി വേണം. എന്തിനാ വടി എന്നറിയോ? നിർബന്ധ കാര്യങ്ങൾ അവർ ചെയ്യാതിരുന്നാൽ അവർക്ക് പേടി വേണം, ആ വടി കൊണ്ട് എന്നെ അടിക്കും. ഹറാമായൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലേക്ക് വരും, ആ വടി കൊണ്ട് എനിക്ക് അടി കിട്ടും. ആർക്ക്? ഭാര്യക്കും മക്കൾക്കും ആ ഒരു ബോധം ഉണ്ടാക്കാൻ നീ വടി എന്ത് ചെയ്യണം? അല്ലിക്ക് സൗതക്, നിന്റെ വീട്ടിന്റെ മുന്നിൽ എന്ത് ചെയ്യണം? ആ വടി നീ ബന്ധിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിക്ക് കൊടുത്ത ഉപദേശം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ദീനിന്റെ വിഷയത്തിൽ ഭർത്താവിനെ സഹായിക്കാൻ, ഭാര്യയെ സഹായിക്കാൻ നമുക്ക് സാധിക്കണം. ഭർത്താവിന്റെ തെറ്റുകൾക്ക് കൂട്ടുനിന്നു കൊടുക്കാൻ ഒരിക്കലും ഒരു ഭർത്താവ് സന്നദ്ധരാവരുത്. ഭാര്യയുടെ തിന്മക്ക് കൂട്ടുനിന്നു കൊടുക്കാൻ ഒരു ഭർത്താവും ചെയ്യരുത് എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നന്മയുടെ മാർഗത്തിൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? സാധിക്കേണ്ടതുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ, നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കാൻ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറുക എന്നതാണ്, മാന്യമായ രൂപത്തിൽ പെരുമാറുക എന്നതാണ്. ഇങ്ങോട്ട് നോക്കൂ, നമ്മളോട് എത്ര മോശമായി ആളുകൾ പെരുമാറിയാലും ആരോട്, നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനമായി നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളോട് ഏറ്റവും സ്നേഹത്തോടുകൂടി അവരോട് പ്രതികരിക്കാനും അവരോട് പെരുമാറാനും നമുക്ക് സാധിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇങ്ങോട്ട് നോക്കൂ, ഖുർആനിലൊരു പ്രയോഗമുണ്ട്, വലാ തസ്തവിൽ ഹസനത വല സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലത് കൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കുക. ഫഇദല്ലദി ബൈനക വബൈനഹു അദാവ, നിങ്ങൾക്കിടയിൽ എന്ത് ശത്രുതയുണ്ടെങ്കിലും കഅന്നഹു വലിയുൻ ഹമീം, അവർ നിങ്ങളുടെ ഏറ്റവും ഉറ്റ മിത്രങ്ങളായി മാറും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മളൊക്കെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, പിന്നെ നമ്മളൊക്കെ മനസ്സിനുള്ളിൽ ഉണ്ടാകുന്നത് വെച്ചാൽ ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആണ്,
ഭാര്യ വളരെ പോക്കാണ്. ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയാൻ എന്താ അറിയോ, ഓളടുത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്, എൻ്റെ അടുത്ത് പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഞാൻ പെർഫെക്റ്റാണ്, ഞാൻ ഓക്കെയാണ്, ഓളാണ് പ്രശ്നം എന്ന് പറയും. എന്നാൽ ഈ ഭാര്യ എന്നെങ്കിലും വേറെ ഏതെങ്കിലും മനുഷ്യന്മാരുടെ അടുത്ത് പോയിട്ട് നമ്മളെ കുറ്റം പറയോ? ഇല്ല. ഭാര്യമാർ പരമാവധി എന്താ അറിയോ, എന്ത് പ്രശ്നങ്ങളും അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി വെക്കുക. കാരണം എന്താ വെച്ചാൽ 3 മക്കളായി, ഇനി വീട്ടിൽ ചെന്നിട്ട് ഇത് പറഞ്ഞാൽ ബാപ്പയും ഉമ്മയും ഇനിയും മക്കളെ കെട്ടിക്കാനുണ്ട്, പ്രശ്നമാണ്. ആങ്ങളേനോട് പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ നമ്മുടെ സഹോദരിമാർ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, വേറെ ആളോട് ഷെയർ ചെയ്യില്ല. എന്നാൽ ആണുങ്ങൾ അങ്ങനെയല്ല. ആണുങ്ങൾ എന്തെന്ന് വെച്ചാൽ ഓളങ്ങനെയാണ്, എത്ര പറഞ്ഞാലും നന്നാവില്ല. ഈ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ, മനുഷ്യന്മാരാണ്, കുറവുകൾ എല്ലാവർക്കും ഉണ്ടാകും. കുറവുകൾ പരസ്പരം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ രസവും ആനന്ദവും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, ഒരാളെന്താണ് ചൂടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ചൂടാകാൻ നിൽക്കരുത്, നമ്മൾ എന്ത് ചെയ്താൽ അത് കേട്ടുകൊടുക്കുക. ഇപ്പോൾ ചിലപ്പോൾ ഒക്കെ ഭാര്യമാരൊക്കെ ദേഷ്യം പിടിച്ച് പറയുമ്പോൾ നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ അവർ ചോദിക്കും, എന്താ മിണ്ടാത്ത, ഒന്ന് മിണ്ടിക്കൂടെ? മിണ്ടിയ പ്രശ്നമാവും, അതുകൊണ്ടാണ് മിണ്ടാത്തത്. മിണ്ടാൻ അറിയാത്തത് കൊണ്ടല്ല, മിണ്ടിയ അത് വലിയ പ്രശ്നമാവും നമുക്കറിയാം. ഓല് ജയിക്കട്ടെ എന്നറിയാ വെച്ചാൽ ചില സമയത്ത് നമ്മളങ്ങ് താന്നു കൊടുക്കേണ്ട ഇടത്തിൽ നമ്മൾ താണു കൊടുക്കണം, എങ്കിലേ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു ദിവസം പിന്നെ പള്ളിയിൽ ഞങ്ങൾ ഖുർആൻ ക്ലാസ് നടക്കുകയാണ്. ആ ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പിന്നെ എൻ്റെ മോളിപ്പോൾ 7 വയസ്സായിട്ടേ ഉള്ളൂ, അവൾ ചോദിക്കണുണ്ട് ഈ ഉപ്പാനെ മാറ്റിയിട്ട് വേറെ ഉപ്പാനെ നമുക്ക് എടുക്കാൻ പറ്റുമോ? 7 വയസ്സുള്ള മോൾ ഉമ്മാനോട് ചോദിക്കുകയാണ്, ഈ ഉപ്പാനെ മാറ്റിയിട്ട് നമുക്ക് വേറെ ഉപ്പാനെ കൊണ്ടുവരാൻ പറ്റുമോ, വാങ്ങാൻ പറ്റുമോ? നമ്മളൊന്ന് ആലോചിച്ചു. അതെന്താ വെച്ചാൽ ഈ വാപ്പ എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടൻട്രിയാണ്, അയാൾ ഭയങ്കര റഫാണ്, പെരുമാറ്റം, ഇടപെടൽ, സ്നേഹമെന്ന് പറയുന്ന ഒന്ന് ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. മൂപ്പരെപ്പം നോക്കിയാലും ചൂടിലാണ്, ദേഷ്യം പിടിച്ചിട്ടാണ്, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ്. അപ്പം ഇത് കണ്ടിട്ടാണ് ഈ കുട്ടികൾ വളരുന്നത്. അപ്പോൾ കുട്ടികൾ ആഗ്രഹിക്കുന്നത് കെയറിങ് ആണ്, കുട്ടികൾ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്, കുട്ടികൾ ആഗ്രഹിക്കുന്നത് സ്കഫോൾഡിങ്, അവരെ ചേർത്ത് പിടിക്കലാണ്. ഇതൊന്നും ഇവരിടത്ത് നിന്ന് കിട്ടാതായപ്പോൾ ഇവർ ചോദിക്കുകയാണ്, ഈ ഉപ്പാനെ മാറ്റിയിട്ട് വേറെ ഉപ്പാനെ നമുക്ക് വാങ്ങാൻ പറ്റൂ? ഇവിടെ ആലോചിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യൻ എന്ന് പറയുന്നത് അങ്ങാടിയിലെ മാന്യന്മാരല്ല, അവനവൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ്. അവനവൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു ഹദീസ് എന്താ അറിയോ സഹോദരങ്ങളെ, അക്മലുൽ മുഅ്മിനീന ഈമാനൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ ഈമാൻ പൂർണ്ണമാകുന്നത് എപ്പോഴാണെന്നറിയോ? നിങ്ങളുടെ കൂട്ടത്തിൽ ഓരോ മനുഷ്യരുടെ ഈമാൻ പൂർണ്ണമാകുന്നത് എപ്പോഴാണെന്നറിയോ? അൽതഫഹും ബി അഹ്ലിഹി, താൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് ഏറ്റവും മൃദുലമായി പെരുമാറുന്നതിലൂടെയാണ് ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമാകുന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തരാണ്. അപ്പൊ ഞാൻ കെട്ടിക്കൊണ്ടുവന്ന എൻ്റെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുമ്പോൾ മാത്രമാണ് എൻ്റെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ എന്നൊരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയോട് ഞാൻ മാന്യമായി പെരുമാറുക തന്നെ ചെയ്യും. സമൂഹത്തിലുള്ള ആളുകളോട് നമ്മളെ പറ്റി ചോദിച്ചാൽ അവരൊക്കെ പറയാൻ അറിയോ, നല്ല മനുഷ്യനാണ്, ആ ചിരിക്കുന്ന മനുഷ്യനല്ലേ, ആ വെള്ള ഡ്രസ്സിട്ട് നടക്കുന്ന മനുഷ്യനല്ലേ, എന്ത് ചോദിച്ചാലും ഏത് പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി ചോദിച്ചാലും 500 കുറയാത്ത പൈസ മുപ്പര് തരലുണ്ട്, നല്ല മനുഷ്യനാണ്. പക്ഷെ അവൻ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യനോട് ചെന്നിട്ട് ഒന്ന് ചോദിച്ചു നോക്കി, എങ്ങനെയുണ്ട് നിങ്ങളുടെ ഭർത്താവ്? അല്ലെങ്കിൽ നമ്മളെ ഭാര്യനോട് ചോദിക്കുക, ഫാത്തിമ എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നിനക്കൊന്ന് പറയാൻ പറ്റൂ, ഞാൻ എങ്ങനെയാണ് നിന്നോട് പെരുമാറല്? ഒരു ദിവസം ഇരുന്നിട്ടൊന്ന് ഭാര്യനോട് ചോദിച്ചാൽ അവിടുന്ന് പറയും, അവർ കെട്ടയക്കും നമ്മുടെ പെരുമാറ്റം. ചിലപ്പോൾ എന്താ അറിയോ, നമുക്ക് തോന്നുന്നത് എന്താ അറിയോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഒക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, പിന്നെ ടൂറ് കൊണ്ടുപോകുന്നുണ്ട്, അവിടെ ഇതാക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്, നമ്മൾ തിരക്കുള്ള ആൾക്കാർ, എന്നാൽ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരാഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ആ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കാൻ, അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകാകാൻ നമുക്ക് എത്രത്തോളം സാധിച്ചു എന്നത് വളരെ പ്രധാനമാണ്. ഒരു പെൺകുട്ടി, ഒറ്റപ്പാലത്തുള്ള ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞെന്താ അറിയോ, എൻ്റെ ഭർത്താവ് അത്യാവശ്യം നല്ല പൈസ ഉള്ള ആളാണ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ആ ഏരിയയിലൊക്കെ ഒരു നല്ല ഹോട്ടൽ തുറന്നാൽ ഫസ്റ്റ് ഞങ്ങളാണ് പോവുക, എന്നെ കൂട്ടിയിട്ട് ഭർത്താവ് പോകും, എവിടെ എനിക്ക് രോഗം വന്നാലും ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്നെ ചികിത്സിക്കും, എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങൾക്ക് വണ്ടിയുണ്ട്, വാഹനം ഓടിക്കാൻ ഡ്രൈവറുണ്ട്, എന്താവശ്യങ്ങൾക്കും പരിചാരകരുണ്ട്, വീട്ടിലെ സൗകര്യങ്ങളുടെ സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കിതൊന്നുമല്ല ആവശ്യം,
3 മാസം അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചതോടുകൂടി എൻ്റെ ജീവിതം അടുത്തു. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ അറിയോ, എനിക്കൊരു പനി വന്നു കഴിഞ്ഞാൽ ഒരു ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റൽ, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊണ്ടുപോയി ചികിത്സിക്കണമെന്നല്ല, മറിച്ച് മൂപ്പര മടിയിലൊന്ന് കിടന്നിട്ട് എന്താ ഫാത്തിമ സുഖമല്ലേ, സാരമില്ല, അത് മാറിക്കോളും എന്നൊരു വാക്ക് മാത്രം മതി എനിക്ക് മരുന്നുകളെക്കാളും ചികിത്സകളെക്കാളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ മടിത്തട്ടിലൊന്ന് കടന്ന് അദ്ദേഹത്തിൻ്റെ ഒരു തലോടലാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു സഹോദരങ്ങളെ, ഭർത്താക്കന്മാരെ, എന്നെങ്കിലും അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ നമ്മളെ ഭാര്യമാരെ കുറിച്ച് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാൻ അത്ഭുതപ്പെട്ടു. എന്നറിയൂ, ഇത്രയധികം പ്രശ്നങ്ങളും പ്രയാസങ്ങളും കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്നവർ അത് നമ്മുടെ ഭാര്യമാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയെന്നറിയോ? അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയപ്പോന്ന് വെച്ചാൽ അവർ ജീവിതത്തിൽ ഇല്ലാതെ പോകുമ്പോഴാണ്. ഇപ്പം ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ യാത്ര പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹോസ്പിറ്റലിലാണ്. ആ സമയത്ത് ഭാര്യ വിളിച്ചു. അദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ചാൽ വഴിയിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു, ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ നിർബന്ധാവസ്ഥ, പോകേണ്ട എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭാര്യക്ക് ഉറങ്ങാൻ പറ്റണില്ല. മകൾ അവിടെ ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്, ഭാര്യക്ക് ഉറങ്ങാൻ പറ്റണില്ല. അപ്പോൾ ഇദ്ദേഹം ചെന്നപ്പോൾ ഇദ്ദേഹത്തോട് പറയണം, എനിക്ക് ഇങ്ങളില്ലാതെ ഉറങ്ങാൻ പറ്റൂല, അങ്ങനെ എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ഭാര്യൻ്റെ കൂടെ കടന്ന് ഉറങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞ് അറിഞ്ഞതാ അവർ മരിച്ചതാണ്. ആ മരണവുമായി ബന്ധപ്പെട്ട ഞാൻ എന്നെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം എന്നെ ചേർത്ത് നിർത്തി പറഞ്ഞൊരു വാക്ക്, അവർ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വിളിച്ചത് എനിക്ക് ഉറക്കം വരുന്നില്ല, നിങ്ങളെൻ്റെ കൂടെ കിടക്കണമെന്നാണ്. ഇപ്പം മരിച്ചു കിടക്കുകയാണ്. ആരിസ്ക, എനിക്ക് കൂടെ കിടക്കാൻ പറ്റുമോ? നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താ അറിയോ, നഷ്ടപ്പെട്ടു പോയത് ഇവിടെ നോക്കണം, അത് പിന്നെ തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല. കണ്ണ് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ വില അറിയുമെന്ന് പറയുന്നത് പോലെ ഭാര്യ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ വില അറിയുള്ളൂ. നമ്മൾ വിചാരിക്കും വേറെ കല്യാണമൊക്കെ കഴിക്കാം, വേറെ എത്ര ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ട് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മളെ ഭാര്യൻ്റെ സ്ഥാനത്ത് നമ്മളെ ഭാര്യ മാത്രം. അതിൻ്റെ അപ്പുറത്തേക്ക് ഓർന്ന് അവരനുഭവിക്കുന്ന കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ മക്കളെ വളർത്തുന്നതിൽ നിങ്ങൾ നോക്ക്, നമ്മുടെ ഭാര്യൻ്റെ ശരീരം മുഴുവൻ നിങ്ങൾ പരിശോധിച്ചു നോക്ക്. അവരുടെ ശരീരത്തിലുള്ള ഓരോ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ മക്കളെ പ്രസവിച്ചതാണ്, നമ്മുടെ മക്കളെ നോക്കിയതാണ്. അവരെ ചേർത്ത് നിർത്താൻ, അവരെ പരിഗണിക്കാൻ, അവരെ തലോടാൻ, അവർക്ക് സ്നേഹം കൊടുക്കാൻ, അവർക്ക് പുഞ്ചിരി കൊടുക്കാൻ, അവർക്ക് പ്രശ്നങ്ങൾ പറയാൻ, അവരുടെ വേദനകൾ പങ്കുവെക്കാൻ നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? ഇത് തിരിച്ചറിയാൻ കഴിയാത്ത ഭർത്താക്കന്മാർ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് കേരളത്തിലെ 2611 പെണ്ണുങ്ങൾ, കല്യാണം കഴിച്ച പെണ്ണുങ്ങൾ അവിഹിത ബന്ധത്തിന് വേണ്ടി ആളുകളുടെ പിന്നാലെ പോയത്. 2611 വിവാഹിതരായ സ്ത്രീകളാണ് ഭർത്താവിന് ഉപേക്ഷിച്ചിട്ട് പോയത്. അതിലൊരു പരിധി വരെ ഇതാണ് കാരണം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഭാര്യ, അവളെ ഞാൻ തന്നെ സ്നേഹിക്കണം, വേറെ ആരും സ്നേഹിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഞാൻ തന്നെ എന്നുള്ളൂ എന്നുള്ളൊരു ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അതേപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താ അറിയോ, നിങ്ങളെ സ്വർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭർത്താവാണ്. നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത് ഭർത്താവാണ്. ഭർത്താവിനെ സ്നേഹിക്കണം, റെസ്പെക്റ്റ്, ബഹുമാനിക്കണം, അനുസരിക്കണം. അള്ളാഹുവിനെ റസൂലിനെ ധിക്കരിക്കാത്ത എല്ലാ വിഷയത്തിലും അനുസരിക്കണം. അനുസരിക്കണം എന്ന് പറയുമ്പോൾ അനുസരിക്കുന്നതിന് തടസ്സം നിൽക്കാരെന്നറിയോ, ശൈത്താനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഭർത്താവിനെ അനുസരിക്കുമ്പോൾ 2 കൺസെപ്റ്റാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. ഒന്ന്, എൻ്റെ ഭർത്താവ് എൻ്റെ സ്വർഗ്ഗമാണ്. 2, ഞാൻ എൻ്റെ ഭർത്താവിനെ അനുസരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ അല്ല അനുസരിക്കുന്നത്, ഞാൻ എൻ്റെ റബ്ബിനെയാണ്. ഇപ്പം നമുക്ക് ഇടയിലൊക്കെ വർക്ക് ചെയ്യുന്ന എന്താ, ഈഗോ ആണ്. ഈഗോ വർക്ക് ചെയ്യാണ്. അതുകൊണ്ടാണ് പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ അറിയോ, ഞാൻ എൻ്റെ മൂപ്പരല്ല, ഭർത്താവിനല്ല അനുസരിക്കുന്നത്, ഞാൻ എൻ്റെ റബ്ബിനെയാണ്. അതുകൊണ്ട് ഇത് പ്രശ്നം തീർന്നു. അള്ളാഹിൻ്റെ റസൂല് സ്വർഗത്തിൻ്റെ 8 കവാടമുണ്ട്. ആ 8 കവാടത്തിലൂടെ കടന്നു പോകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞെന്താ, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ, 5 നേരം നിസ്കരിക്കുന്ന പെണ്ണ്, 1 മാസം നോമ്പെടുക്കുന്ന പെണ്ണ്, പിന്നെയോ വഹഫ്ലത്തു ഫർജഹ, ജനനേന്ദ്രിയം സംരക്ഷിക്കുന്ന പെണ്ണ്, വഅതാഅത് സൗജഹ, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ്. ആ പെണ്ണിനോട് റബ്ബ് പറയുന്നു, സ്വർഗത്തിന്റെ 8 കവാടങ്ങളും മലർക്ക തുറന്നുകൊണ്ട് പറയുന്നു, ഈ 8 കവാടത്തിലൂടെയും നിനക്ക് കടന്നു പോകാം. നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ ഉമ്മമാരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഭർത്താവിനെ ധിക്കരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. പിന്നെ ഭർത്താവിനെ അനുസരിക്കണം, അതേപോലെ തന്നെ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിയണം. ഒരു കാര്യം കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നത് എന്താ വെച്ചാൽ, ഭർത്താവിനെ മാനസികമായി സംതൃപ്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ശാരീരികമായും ഒരു പെണ്ണിനെ സംതൃപ്തിപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ്. കാരണം എന്താ അറിയോ,
ഒരു പെണ്ണിനെ തൻ്റെ വിരിപ്പിലേക്ക് തൻ്റെ ഭർത്താവ് വിളിച്ചിട്ട് ആ വിളിക്കവൾ ഉത്തരം ചെയ്തില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അന്ന് രാത്രി മുതൽ പ്രഭാതം വരെയും മലക്കുകളുടെ ശാപമുണ്ട് എന്നാണ്. വെള്ളം, ഭക്ഷണം, ഇതൊക്കെ 24 മണിക്കൂർ ഓപ്പണായ ഹോട്ടലുണ്ട്. ഉമ്മൻ്റെ അടുത്ത് പോയാൽ കിട്ടും, അല്ലേ? പാപ്പൻ്റെ അടുത്ത് പോയാൽ കിട്ടും, തത്തൻ്റെ അടുത്ത് പോയാൽ കിട്ടും, അമ്മേൻ്റെ അടുത്ത് പോയാൽ കിട്ടും, ഇവിടെ ഒക്കെ അയൽവാസിന്നൊക്കെ പോയാൽ കിട്ടും. ശാരീരികമായ സംതൃപ്തി എന്ന് പറയുന്നത് അത് ഭാര്യേൻ്റെ അടുത്ത് നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അത് വളരെ പ്രധാനമാണ്. ശാരീരിക ബന്ധം അത് വളരെ പ്രധാനമാണ്, ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ്. അത് പരിശുദ്ധ ഇസ്ലാം വലിയ പുണ്യമായി കൽപ്പിച്ച കാര്യമാണ് എന്ന കാര്യം നമ്മളൊരാളും മറന്നു പോകരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടെ ചേർത്ത് പറയുകയാണ്. നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മക്കൾ പടച്ചോൻ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പടച്ചോൻ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലുതായി നമുക്ക് നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം എന്താണ്? ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. സക്കരിയ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന് 128 വയസ്സായി. അദ്ദേഹത്തിന്റെ ഭാര്യ ഈശ ബിന്ത് ഫാഖൂദ്, അവർക്ക് 98 വയസ്സായി. കുട്ടികളില്ല. പ്രാർത്ഥിക്കാൻ ആകാശത്തിലേക്ക് കൈകളുയർത്തി റബ്ബിനോട് അവർ പ്രാർത്ഥിച്ചു. അല്ല കനിഞ്ഞരളി കുട്ടീനെ. എന്നിട്ട് അതിനെപ്പറ്റി പറയണം എന്താ അറിയോ? യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. യഹ്യ എന്നുള്ള മോനെ കൊണ്ട് ഞാനിതാ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് പടച്ച റബ്ബ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അവരെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമെന്ന ബോധ്യമാണ് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടത്. സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്താ? റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അഅ്യുൻ. അല്ലാഹുവേ, ഭാര്യമാരിൽ നിന്ന്, മക്കളിൽ നിന്ന് കൺകുളിർമ തരണമെന്നാണ്. ഈ കൺകുളിർമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? ദീനിന്റെ വിഷയത്തിൽ അവർ നമ്മളോടൊപ്പം ഉണ്ട് എന്ന കൺകുളിർമ. അതാണ് കൺകുളിർമ. നമ്മൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ നമ്മുടെ കൂടെ ഏശാക്ക് ജമാഅത്തിന് മോനുണ്ട്. നമ്മൾ ഇവിടെ നിസ്കരിക്കുന്ന സമയത്ത് സുബൈക്ക് പള്ളിയിൽ പോകുമ്പോൾ ഭാര്യയും പെൺകുട്ടികളും വീട്ടിൽ ഒരു ഭാഗത്ത് അവർ ജമാഅത്തായി അവർ സുബൈ നമസ്കരിക്കുന്നു. സുബൈ നിസ്കാരം കഴിഞ്ഞ് ഉമ്മ നേരെ തിരിഞ്ഞു നിന്ന് മക്കളോട് പറയുന്നു, അദ്കാറു സബാഹും അദ്കാറുൽ മസാഹ്. അതിലെ അദ്കാറു സബാഹ് നമ്മൾ എല്ലാവരും ഇപ്പം ചൊല്ലണം. എല്ലാവരും ചൊല്ലിക്കഴിഞ്ഞ് ദിക്റുകൾ ചൊല്ലി അവരെല്ലാവരും ഷുറൂഖിന്റെ നിസ്കാരം നിസ്കരിച്ച്, അല്ലെങ്കിൽ ദുഹ നിസ്കരിച്ച് അവരെല്ലാവരും പോയി കിടന്നുറങ്ങുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു സഹോദരങ്ങളെ, എന്തൊരു സന്തോഷമുള്ള കുടുംബമാണ്, എന്തൊരു സംതൃപ്തമായ കുടുംബമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ ദീനുള്ള വീടാകണം. നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് കൺകുളിർമയുണ്ടാകണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഭയങ്കര സംതൃപ്തിയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ നമ്മുടെ മക്കളെ ദീനിന്റെ വിഷയത്തിൽ അവർ നമ്മളോടൊപ്പം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? അവർക്ക് ദീന് പഠിപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വ അഹ്ലീകുൻ നാറ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്തുകൊള്ളണം എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്ന ഒരു വാചകം ഇതാണ്, വിഖായത്തുൽ അഹ്ലി വൽ ഔലാദ്. മക്കളെയും അതേപോലെ തന്നെ കുട്ടികളെയും ഒക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? ബിതഅദീബിഹിം വബിതഅലീമിഹിം. അവർക്ക് ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, അവർക്ക് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഇസ്ലാമിന്റെ മര്യാദകൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? സ്വർഗമാണ് സഹോദരങ്ങളെ. ഖുർആൻ പറയുന്നൊരു പ്രയോഗം ഇതാണ്, വല്ലദീന ആമനു, വിശ്വസിച്ചവർ, വത്തബഅതും ദുർരിയതുഹും ബിഈമാൻ, വിശ്വാസത്തിൽ പിൻപറ്റിയ മക്കൾ, അൽഹഖ്നാ ബിഹിം ദുർരിയതഹും, അവരെ കൂടെ സ്വർഗത്തിൽ നമ്മളോട് ചേർത്ത് തരും. വിശ്വാസത്തിൽ നമ്മളെ പിൻപറ്റിയ നമ്മുടെ മക്കളെ കൂടെ, നമ്മുടെ കുടുംബത്തെ കൂടെ സ്വർഗത്തിലേക്ക് നമുക്ക് ചേർത്ത് തരും. അതാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ സംതൃപ്തി, ജീവിതത്തിലെ കുളിർമ എന്ന് പറയുന്നത്. മരിക്കുമ്പോൾ ഒരു ആത്മസംതൃപ്തിയോടുകൂടി മരിക്കാൻ പറ്റുക. അതെന്താ? എൻ്റെ മക്കൾ നിസ്കരിക്കുന്നവരാണ്, എൻ്റെ കുടുംബം നിസ്കരിക്കുന്നവരാണ്, ദീനിന്റെ വിഷയത്തിൽ സൂക്ഷ്മത ഉള്ളവരാണ്. ദീൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ദീന് കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എന്താ അറിയോ? അൽ ഖൗഫു ഹുവ അലാമത്തു സിഹ്ഹത്തിൽ ഈമാൻ. ഒരാളുടെ ഈമാൻ ശരിയായി എന്ന് പറഞ്ഞാൽ, ഒരാളുടെ ഈമാൻ ശരിയായ രൂപത്തിൽ ഉണ്ട് എന്ന് പറയാൻ എങ്ങനെയാണെന്നറിയോ? എന്താണത്? അൽ ഖൗഫ്, അള്ളാഹിനെ കുറിച്ചുള്ള പേടി അയാൾക്ക് ഉണ്ട് എന്നുള്ളതാണ്.
അള്ളാഹിനെ കുറിച്ചുള്ള പേടിയുണ്ട്. തെറ്റുകൾ ചെയ്യുമ്പോൾ റബ്ബെന്നെ കാണും, റബ്ബെന്നെ കേൾക്കും, റബ്ബെന്നെ അറിയും എന്ന ബോധ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഈമാൻ പൂർണ്ണമായി, അല്ലെങ്കിൽ ഈമാൻ ശരിയായ രൂപത്തിൽ ഉണ്ട് എന്നതിൻ്റെ അടയാളമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നമ്മുടെ മക്കൾക്ക് അത്തരത്തിലുള്ള അറിവുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളെ എവിടേക്ക് വിടുന്നതിന് നമുക്കൊരു പേടി ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് ബേജാറെന്താണ്, ഓൻ ഇന്ന സ്ഥലത്താണ് പഠിക്കുന്നത്, അവിടെ നിസ്കാരമൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, നിസ്കരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, എനിക്കൊരു ബേജാറ് എന്നാണ് നമ്മൾ ആളുകൾ പറയുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ മക്കളെ കുറിച്ചുള്ളൊരു വിശ്വാസം നമുക്കില്ലാത്തത് കൊണ്ടാണ്. ആ വിശ്വാസം ഉണ്ടാകണം എന്ത് വേണം? ആ കുട്ടികളുടെ മനസ്സുകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ അറിവ് നമ്മൾ പകർന്നു കൊടുക്കണം. മക്കൾക്ക് കൊടുക്കേണ്ട ഒന്നാമത്തെ അറിവാണ് അൽ ഇൽമ്. ഇൽമ് എന്ന് പറയുന്നത് എന്താണ്? പണ്ഡിതന്മാർ പറയാൻ മഅരിഫത്തുല്ലാഹ്, അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്. വമഅരിഫത്തു നബിഹി, അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചുള്ള അറിവാണ്. വമഅരിഫത്തു ദീനുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവാണ്. ഈ 3 അറിവിലുമാണ് ലോകത്തുള്ള എല്ലാ അറിവും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ദീന് നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുത്താൽ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അവർ ദീനിയായി ജീവിക്കുകയും മാത്രമല്ല നാളെ പാരത്രിക ലോകത്ത് അത് വലിയ നന്മയായി നമുക്കത് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ 3 മറകളാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ 3 മറകളും സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം. അതേതാണ്? ഒന്ന് ഖുർആൻ പറയാണ്, ഒന്ന് വാപ്പാൻ്റെ ഉമ്മാൻ്റെ റൂമിൽ അനുവാദമില്ലാതെ 3 സമയത്ത് പ്രവേശിക്കാൻ പാടില്ല. ഒന്ന് സുബഹീൻ്റെ മുമ്പ്, വമിൻ ഖബിലി സ്വലാത്തിൽ ഫജർ, സുബഹീൻ്റെ മുമ്പ് അനുവാദമില്ലാതെ കയറാൻ പാടില്ല. അതേപോലെ തന്നെ വഹീന തളഊന സിയാബക്കും മിനൽ ലഹീറ, വസ്ത്രങ്ങൾ അയച്ചു വെച്ച് വിശ്രമിക്കുന്ന ഉച്ച സമയം അനുവാദമില്ലാതെ പ്രവേശിക്കാൻ പാടില്ല. 3 വമിൻ ബഅദി സ്വലാത്തിൽ ഇശ നമസ്കാര ശേഷം അനുവാദമില്ലാതെ പ്രവേശിക്കാൻ പാടില്ല. ഈ 3 സമയത്തെക്കുറിച്ചും ഖുർആൻ പറഞ്ഞെന്താ അറിയോ? സലാസു ഔറാത്തിൻ ലക്കും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ മറച്ചു വെക്കേണ്ട 3 ഔറത്താണ്. ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കാണിച്ചെടുക്കേണ്ടല്ല, മറച്ചു വെക്കേണ്ടത്. കാരണം അവിടെ നടക്കുന്നത് പരിപാവനമായ ദാമ്പത്യമാണ്. അത് കുട്ടികൾ കാണാനോ കേൾക്കാനോ സാക്ഷ്യം വഹിക്കാനോ പാടില്ല. അത് സംരക്ഷിക്കപ്പെടണം. എന്താ നമ്മളിപ്പോൾ ചെയ്തത്? കുട്ടികളെ കയ്യിൽ മൊബൈൽ അങ്ങോട്ട് കൊടുത്തു, എല്ലാ ഇൻ്റർനെറ്റ് എല്ലാ സംവിധാനവും ഉണ്ട്. കുട്ടി എന്ത് കാണുന്നു എന്ത് കേൾക്കുന്നു നമുക്കറിയില്ല. കുട്ടികൾ കാണുന്നു, വൃത്തികേടുകൾ കാണുന്നു, വൃത്തികേടുകൾ കേൾക്കുന്നു, വൃത്തികേടുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. ഇങ്ങോട്ട് നോക്ക്, 5 വയസ്സുള്ള അച്ചു എന്ന് പറയുന്ന പെൺകുട്ടി ഇടുക്കിയിൽ കൊല്ലപ്പെട്ടു. ആരാ കൊന്നെന്നറിയോ? 11 വയസ്സുകാരനായ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. എങ്ങനെയാ കൊന്നെന്നറിയോ? നിയമപാലകർ പറയാണ്, ഒന്നിച്ചു ഓട്ടോയിൽ പോകുന്ന അച്ചു എന്ന് പറയുന്ന കുട്ടീനെ ഒരു ദിവസം എന്ത് ചെയ്യാണ്, ഈ 11 വയസ്സുകാരൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. അവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യാണ്, അവിടെ ഉള്ളൊരു കോറിയുണ്ട്, ആ കോറിയിൽ വെള്ളക്കെട്ടാണ്, ആ ഭാഗത്തേക്ക് മീനെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. അവിടുന്ന് 11 വയസ്സുകാരൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ്. 11 വയസ്സുകാരൻ എവിടുന്നാണ് പീഡനം പഠിച്ചത്? അതിനിടയിൽ എന്ത് ചെയ്തു? കുതിര മാറിയപ്പോൾ എന്താണ്, അവിടുന്ന് താഴത്തേക്ക് വീണിട്ടാണ് ആ കുട്ടി മരിച്ചത്. അപ്പോൾ നിയമപാലകർ അവസാനത്തിയ നിഗമനം എന്താ അറിയോ? ഈ കുട്ടി അച്ഛനും അമ്മയും കാണുന്ന വൃത്തികേടുകൾ കാണാൻ കാരണമാണ് ഈ കുട്ടിയുടെ മനസ്സ് ഇത്രയും മലീമസമാകാൻ കാരണമെന്ന് അവിടെ പറയാൻ. അത് വളരെ ഗൗരവതരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നല്ലതേ കാണാവൂ, നല്ലതേ കേൾക്കാവൂ, നല്ലതിനെ സാക്ഷ്യം വഹിക്കാവൂ. ഞാൻ എൻ്റെ പ്രസംഗങ്ങളിലൊക്കെ പറയലുണ്ട്. ഉമ്മനാ താജുദ്ദീൻ ഇപ്പം അവസാനിപ്പിക്കും. ഒറ്റ കാര്യം കൂടെ പറഞ്ഞു. നമ്മുടെ ഞങ്ങളുടെ പള്ളിയിൽ ഖിയാമുൽ ലൈലിന് വരുന്നൊരു ടീമുണ്ട്. അവരൊരു ദിവസം ഇശാക്ക് വന്ന് ഇശാസ്കാരം കഴിഞ്ഞ് ഖിയാമുൽ ലൈലിൻ്റെ തൊട്ട് മുമ്പ് എന്ത് ചെയ്തു? മകളെ കാണുന്നില്ല. അങ്ങനെ മകളെ കാണാതായപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആകെ ബേജാറായി. അങ്ങനെ എങ്ങോട്ട് നോക്കിയിട്ടും മകളെ കാണുന്നില്ല. അങ്ങനെ അവസാനം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ CCTV പരിശോധിച്ചപ്പോൾ ഒരു 12 മണിക്ക് ഈ മകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരാളെ ബൈക്കിൻ്റെ മുകളിൽ കയറി പോയിട്ടുണ്ട്. അങ്ങനെ ഖിയാമുൽ ലൈലായപ്പോൾ ഈ പെൺകുട്ടി തിരിച്ചെത്തി. നമസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ബാപ്പ മകളെ ചോദ്യം ചെയ്തു. ഏത് ബാപ്പയാണെങ്കിലും ചെക്കൻ്റെ കൂടെ ബൈക്കുമ്പോൾ കയറി പോയാൽ അടിക്കും. ബാപ്പ അടിച്ചു. ഒരു 10-11 മണിയായപ്പോൾ വീട്ടിൻ്റെ മുമ്പിൽ ഒരു പോലീസ് ജീപ്പ്, പോലീസുകാർ വന്നിട്ട് ബാപ്പാനും ഉമ്മാനും പിടിച്ചിട്ട് എന്ത് ചെയ്തു? കൊണ്ടുപോയി. ഉമ്മാനെ തിരിച്ചുവിട്ടു. ബാപ്പ എന്ത് ചെയ്തു? പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 പ്രതീക്ഷിക്കുന്ന 3 ദിവസം
ജയിലിൻ്റെ ഉള്ളിൽ കിടന്നു. ആ ബാപ്പ മിമ്പറിൻ്റെ ചോട്ടിലിരുന്നിട്ട് കരഞ്ഞിട്ട് പറയാൻ, 3 ദിവസം ഞാൻ ജയിലിൽ കിടന്നത് എൻ്റെ മോളാണ് എനിക്കെതിരെ പരാതി കൊടുത്തത്. ഇതൊരു വല്ലാത്ത ലോകമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ അറിയോ, ഒന്ന്, നമ്മുടെ വീട്ടിൽ ദീനുണ്ടാവണം, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഉണ്ടാകണം, ദിക്റുകൾ ഉണ്ടാകണം. മക്കൾക്ക് ദീന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, അത് നമ്മൾ പരിശീലിപ്പിക്കണം. ഉമ്മമാരെ, ബാപ്പ രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരേ വരുള്ളൂ. മക്കൾക്ക് നമ്മൾ ദീന് മദ്രസയിൽ നിന്ന് പഠിപ്പിക്കേണ്ടത്, അത് പ്രാക്ടിക്കലാക്കി അത് പരിശീലിപ്പിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ്, അത് പ്രയോഗവൽക്കരിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. അത് ചെയ്യേണ്ടത് ഉമ്മമാരെ നിങ്ങളാണ്. ഓരോ കാര്യങ്ങൾ നമ്മുടെ മക്കളോട് ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടായി, അവരുടെ പ്രശ്നങ്ങളെല്ലാം നമ്മളോട് പറയാനും അവരുടെ എല്ലാം കേൾക്കുന്ന ഒരാളായി നമ്മൾ മാറാൻ സാധിച്ചാൽ ഒരു പരിധി വരെ നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക റബ്ബിനോട്. നമ്മുടെ മയ്യത്ത് മുന്നിൽ കൊണ്ടുവച്ചിട്ട് മയ്യത്തിൻ്റെ അടുത്ത് നിന്നിട്ട് നെഞ്ചിലേക്ക് കൈവച്ചിട്ട് ബാപ്പാൻ്റെ മയ്യത്തിലേക്ക് നോക്കിയിട്ട് ആത്മാർത്ഥമായി അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറയുന്ന മകൻ, ബാപ്പാൻ്റെ മയ്യത്ത് നിസ്കരിക്കുന്ന, ബാപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് ബാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വാപ്പ മരിച്ചാലും റസൂലുള്ളാഹി ചോദിക്കുന്ന ഒരു ചോദ്യം, റസൂലുള്ളാഹിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പരലോകത്തൊരാൾക്ക് ഉന്നതമായ സോപാനങ്ങളിലേക്ക് ഒരാൾ കയറിപ്പോയി, അയാൾ ചോദിക്കുകയാണ്, എനിക്ക് ഇത്ര വലിയ നന്മ കിട്ടാൻ മാത്രം ഞാൻ എന്താണ് ചെയ്തത്? അവിടെ കിട്ടിയ മറുപടി, ബി ഇസ്തിഗ്ഫാരി വലദിക്കലക്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കളുടെ പ്രാർത്ഥനയാണ് അങ്ങനെ ഒന്ന് നമുക്കും ലഭിക്കണമെങ്കിൽ ഏറ്റവും നല്ല തർബിയത്ത് നമ്മൾ കൊടുക്കുക, നല്ല മക്കളാക്കി വളർത്തുക. പ്രാർത്ഥനയാണ് പരിഹാരം. ഉമ്മമാരെ, അള്ളാഹു തട്ടിക്കളയാത്ത പ്രാർത്ഥനയാണ് ഉമ്മാൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രാർത്ഥനകളിൽ, കിട്ടിയ അവസരങ്ങളിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റിത്തരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സംതൃപ്തിയും കൺകുളിർമയും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.